عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد. اللهم صل وسلم وبارك على رسولك سيدنا محمد سيد الأولين والآخرين وعلى آله وصحبه وعلى جميع الأنبياء والمرسلين وعلى الملائكة كلهم أجمعين. الصلاة والسلام عليك يا سيدي يا خير خلق الله، خذ بيدي قلت حيلتي أدركني. ആദരവും ബഹുമാനവും നിറഞ്ഞ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട മുതഅല്ലിം മുഅല്ലിം സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മ ധീരരായ സഹപ്രവർത്തകന്മാരെ, നാട്ടിന്റെ നേതാക്കളെ, മാന്യ സഹോദരി സഹോദരന്മാരെ, പിഞ്ചോമനകളെ, യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എളിയവരായ നമ്മുടെ ഈ ഒത്തുചേരൽ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന പൊരുത്തപ്പെട്ട പ്രവർത്തനമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെയും നാമുമായി ബന്ധപ്പെട്ട സർവ്വ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും സർവ്വദോഷങ്ങളും റബ്ബ് സന്തോഷത്തോടുകൂടെ വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ആരോഗ്യത്തോടെ ആഫിയത്തോടെ ത്വാഅത്തിനും ദീനി ഖിദ്മത്തിനുള്ള തൗഫീഖോടെ റബ്ബ് നമുക്കും ബന്ധപ്പെട്ടവർക്കും ദീർഘായുസ്സനെ പ്രദാനം ചെയ്തു തരട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ പൂർണ്ണ ഈമാനോടുകൂടെ സന്തോഷത്തോടെ മരിപ്പിച്ച് മഹാന്മാരോടൊന്നിച്ച് സ്വർഗം സമ്പാദിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന വിജയികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ഈ കൊച്ചു പ്രദേശത്ത് അല്ലാഹുവിന്റെ മഹത്തായ ഭവനത്തിൽ മാസത്തിൽ ഒരു ദിവസം നടന്നു വരുന്ന സ്വലാത്ത് ഹൽഖ, അതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട പ്രഭാഷണ വേദിയുടെ 3ാമത്തെ ദിവസമാണ് ഇന്ന്. വർത്തമാന ലോകത്ത് ജീവിക്കുന്ന സർവ്വ മനുഷ്യരും വളരെ ഗഹനമായി പഠിക്കേണ്ടതും ആഴത്തിലിറങ്ങി ചർച്ച ചെയ്യേണ്ടതുമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ നോട്ടീസിൽ കാണിച്ച വിഷയം ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങൾ എന്ന വിഷയമാണ്. നാം ജീവിക്കുന്ന ലോകത്ത് ഒരുപാട് ജീവനുള്ള വസ്തുക്കൾ ജീവിക്കുന്നുണ്ട്. ഒരുപാട് നിർജീവികളായ വസ്തുക്കളും ഈ ലോകത്തുമുണ്ട്. എന്നാൽ ഈ വിഭാഗത്തിൽ നിന്നൊക്കെയും ഉത്കൃഷ്ടയായ ഒരു വിഭാഗമാണ് മനുഷ്യൻ എന്ന് പറയുന്ന വിഭാഗം. ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു മൃഗങ്ങൾക്കൊന്നും കൊടുക്കാത്ത ഒരു പ്രത്യേകമായ ഒരു നിഅമത്ത് മനുഷ്യരായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ആ മഹത്തായ അനുഗ്രഹമാണ് വിശേഷ ബുദ്ധി എന്ന് പറയുന്നത്. സത്യവും അസത്യവും വേർതിരിക്കാനും നന്മയും തിന്മയും വിഭജിച്ചു മനസ്സിലാക്കാനും അതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാനും പ്രചോദനം നൽകത്തക്ക രീതിയിലുള്ള ഒരു വിവേചനത്തിന്റെയും വിവേകത്തിന്റെയും ബുദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ ഒരു വലിയ നിഅമത്താണ്. ആ നിഅമത്ത് മറ്റു ജീവികളിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല.
മനുഷ്യരായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കഴിവോട് കൂടെയുള്ള ഈ മഹത്തായ നിഅമത്ത് നൽകിയത് മനുഷ്യൻ ഇതര ജീവികൾക്ക് സമമായി ജീവിക്കാനല്ല, മറിച്ച് ആ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ജീവിക്കേണ്ടുന്ന രൂപത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്. ആ ബുദ്ധി ഉപയോഗപ്പെടുത്തി നാം ചിന്തിക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ആ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിമീങ്ങളായ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി പരിശുദ്ധമായ ഈ തൗഹീദിന്റെ വചനം അംഗീകരിക്കുന്ന ആരാധ്യനായി ലോകത്ത് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നും അവന്റെ മുന്നിൽ മാത്രമേ ആരാധന അർപ്പിക്കുവാൻ പാടുള്ളൂ എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ അവസാനത്തെ പ്രവാചകനാണ് എന്നും വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം വളരെ വിലപ്പെട്ടതും ആ ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങളും ബാധ്യതകളും നിറവേറ്റാൻ നിയോഗിക്കപ്പെട്ടവരുമാണ് നാം എന്ന ബോധം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ്. ആ സമൂഹ ജീവിയായ മനുഷ്യൻ പലരോടും ബാധ്യതപ്പെട്ടവരാണ്, പലരോടും ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ ഞാൻ ആരോടൊക്കെ ഏതൊക്കെ ബന്ധങ്ങൾ സ്ഥാപിക്കണമെന്നും ആരോടൊക്കെ ഏതൊക്കെ ബാധ്യതകളും ബന്ധങ്ങളും നിറവേറ്റേണ്ടതെന്ന് എന്നും വ്യക്തമായി മനസ്സിലാക്കുകയും അത് നിറവേറ്റാൻ നാം പ്രതിജ്ഞാബദ്ധരുമായിരിക്കണം. എങ്കിൽ മാത്രമേ നാം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു അടിമയായി ജീവിച്ചവരായി തീരുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ തൗഹീദിനെ അംഗീകരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമായ മനുഷ്യൻ ഒന്നാമതായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് ഇലാഹായ അല്ലാഹുവുമായിട്ടാണ്. എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവർ, ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവർ, ആവശ്യമായ വെള്ളവും ആവശ്യത്തിനുള്ള വെളിച്ചവും മനുഷ്യന്റെ ശ്വാസോച്ഛ്വാസത്തിന് ആവശ്യമായ ഊർജവും ഇതിന് ഈ രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ക്രമീകരിച്ച് 5 നയാ പൈസ എന്നിൽ നിന്ന് പ്രത്യുപകാരം ചോദിക്കാതെ കയ്യും കണക്കുമില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നവനാണ് എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് എന്ന ബോധം ഒരു മുസ്ലിമായ അടിമയുടെ ഖൽബിൽ എപ്പോഴും ഉണ്ടാകണം. നമുക്ക് കയ്യും കണക്കുമില്ലാത്ത ഒരുപാട് ഉപകാരങ്ങൾ, എണ്ണിത്തീർക്കാൻ കഴിയാത്ത ഒരുപാട് ഉപകാരങ്ങൾ ശുദ്ധ ഖുർആൻ തന്നെ ആ ഭാഗത്തെ പഠിപ്പിച്ചു. ഇൻ തഉദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. ആ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ ഒരിക്കലും ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്ത രീതിയിലുള്ള കയ്യും കണക്കുമില്ലാത്ത അനുഗ്രഹങ്ങൾ അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യന്റെയും വ്യക്തി ജീവിതത്തിൽ നൽകിയത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകിയത് ആരാണ്? അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ശക്തിയുണ്ട്. അവനാണ് അല്ലാഹു എന്ന് നാം വിശ്വസിക്കുന്ന ഇലാഹ്. അവനാണ് ലോകത്തെല്ലാം സൃഷ്ടിക്കുന്നവരും പരിപാലിക്കുന്നവരും സംരക്ഷിക്കുന്നവരും. നമുക്ക് അവൻ കുടിക്കാൻ വെള്ളം തരുന്നത് നമ്മിൽ നിന്നും മാസത്തിൽ ഫീസ് ഈടാക്കിയിട്ടല്ല. നമ്മുടെ നാട്ടിലൂടെ ഒരു വാട്ടർ അതോറിറ്റിക്കാരന്റെ ഒരു പൈപ്പ് കണക്ഷൻ പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നാം ദിനം പ്രതി വെള്ളം ഉപയോഗിക്കുന്നതിന് മാസപ്പടിയായി ഉപയോഗിച്ച വെള്ളത്തിന്റെ കണക്കുകൾ തിട്ടപ്പെടുത്താനുള്ള മീറ്ററുകളും ആ മീറ്ററിന്റെ റീഡിങ്ങിലൂടെ ഉപയോഗിച്ചിരിക്കുന്ന എത്ര ലിറ്റർ വെള്ളമുണ്ടോ അതിന് കണക്കായിരിക്കുന്ന കാശ് നാം അതിന്റെ ഓഫീസിൽ കൊണ്ടുപോയി പെയ്ഡ് ചെയ്യണമെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, വീട്ടിന്റെ മുറ്റത്ത് കുത്തിയിരിക്കുന്ന കിണറ്റിൽ വെള്ളം തന്നത് ആരാണ്? വർഷക്കാലത്ത് നമുക്ക് ആവശ്യമായ രീതിയിൽ മഴ വർഷിപ്പിച്ചു തന്നത് ആരാണ്? അതെല്ലാം അല്ലാഹുവിന്റെ ഖുദ്റത്താണ്. ആ രീതിയിൽ എത്രയോ കാലമായി കിണറ്റിൽ നിന്ന് നാം വെള്ളം കോരുന്നു, കുടിക്കുന്നു, കുളിക്കുന്നു, അലക്കുന്നു, ഉപയോഗിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇന്ന് വരെ ഏതെങ്കിലും അല്ലാഹുവിന്റെ ഓഫീസായി നിൽക്കുന്ന ഒരു പള്ളി കമ്മിറ്റി പോയിട്ട് 1 ലിറ്റർ വെള്ളത്തിന്റെ കാശ് നാം കൊടുക്കേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീ ഉപയോഗിച്ചിരിക്കുന്ന വെള്ളത്തിന്റെ ലിറ്റർ കണക്കാക്കിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി നീ ഫീസ് കൊടുക്കണമെന്ന് അല്ലാഹു തആല നിർദ്ദേശിച്ചിട്ടില്ല.
ഇത് വെള്ളത്തിന്റെ കാര്യം മാത്രമല്ല. നാം ആലോചിച്ചു നോക്കൂ, ഇന്നിവിടെ ഈ പ്രകാശിക്കുന്ന ലൈറ്റ്, ഈ പ്രകാശിക്കുന്ന മർക്കുറി ബൾബുകളും അതുപോലെ തന്നെ പ്രകാശിക്കുന്ന ട്യൂബ് ലൈറ്റുകളും, അതിന്റെ പ്രകാശം നാം ആസ്വദിക്കുന്നതിന് സൗകര്യം ചെയ്തു തന്ന സംഘാടകർക്ക് ആയിരക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അതിന്റെ പിന്നിൽ. പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ആളുകൾ അവർക്ക് നിശ്ചയിച്ച കാശ് കൊടുത്താൽ മാത്രമേ ഈ കാണുന്ന ഉപയോഗങ്ങൾ നമുക്ക് ഇവിടെ എത്തിക്കാൻ കഴിയുന്നുള്ളൂ. നമ്മുടെ വീട്ടിൽ നാം ഉപയോഗിക്കുന്ന ഈ പ്രകാശം, ആ പ്രകാശത്തിന് ഇലക്ട്രിസിറ്റി ബോർഡിൽ 2 മാസത്തിലൊരിക്കൽ നാം നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് കൊടുത്തിരിക്കണം, അതിന്റെ കറണ്ട് ചാർജ് കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ അതിന്റെ കണക്ഷൻ കട്ട് ചെയ്ത് കളയും. ഞാൻ ചോദിക്കട്ടെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ 5 നയാ പൈസയുടെ ചെലവില്ലാതെ സൂര്യന്റെ പ്രകാശം നാം ആസ്വദിച്ചില്ലേ? രാത്രിയുടെ കൂരിരുട്ടിൽ തപ്പിത്തടഞ്ഞു പോകുന്ന നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചിത ദിവസങ്ങളിലൊക്കെയും അനുഗ്രഹമായി കൊണ്ട് അവന്റെ ചന്ദ്രന്റെ പ്രകാശം നമുക്ക് നൽകിയില്ലേ? ഈ പ്രകാശം ആസ്വദിച്ചതിന് നാം എന്തെങ്കിലും ഒരു പ്രത്യുപകാരം നമ്മോട് അല്ലാഹു തആല ചോദിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും അതിന് നാം കാശ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. ആ രീതിയിൽ കയ്യും കണക്കുമില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ അധിപനായ റബ്ബ് എനിക്ക് ചെയ്തു തന്നെങ്കിൽ ആ പടച്ച റബ്ബിനോട് നാം എത്ര ബാധ്യതപ്പെട്ടവനാണ്. ആ പടച്ച റബ്ബിനോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ടത്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തിരിച്ച് അവന്റെ ഹദ്റത്തിലേക്ക് തന്നെയാണ് പോകേണ്ടത്. ആ പോകുന്ന സമയത്ത് അടിമ എന്ന രീതിയിൽ യജമാനനാകുന്ന അല്ലാഹുവിനോട് എനിക്കുള്ള ബന്ധവും ബാധ്യതയും വിലയിരുത്തി ഞാൻ അവനോടുള്ള കടപ്പാടുകൾ തീർത്തിട്ടുണ്ടോ? ഓരോ ദിവസവും വേദനയോടെ നാം ചിന്തിക്കണം. അടിമയാകുന്ന നമ്മൾ, അടിമകളാകുന്ന നമ്മൾ യജമാനനായ അല്ലാഹുവിനോടാണ് ഒന്നാമതായി ഏറ്റവും വലിയ ബന്ധം പുലർത്തേണ്ടത്. ആ ബന്ധമാണ് ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മുഖവിലക്കെടുക്കേണ്ടുന്ന ബന്ധം. ലോകത്തുള്ള എല്ലാറ്റിനേക്കാളും എനിക്ക് വലുത് എന്റെ സൃഷ്ടാവായ റബ്ബാണ്. ആ സൃഷ്ടാവായ റബ്ബിന്റെ പൊരുത്തം സമ്പാദിക്കാൻ അവനോട് നല്ല ബന്ധം സ്ഥാപിച്ച് അവനോട് നല്ല രീതിയിൽ ഇടപഴകി അവനോടുള്ള ബാധ്യതകൾ തീർത്തു ജീവിക്കുമ്പോഴാണ് പടച്ച റബ്ബ് നമ്മെ പൊരുത്തപ്പെടുക. സാധാരണ അങ്ങനെയാണല്ലോ. ഒരു മനുഷ്യന് നമ്മോടുണ്ടാകുന്ന തൃപ്തി എവിടെയാണ്? ആ മനുഷ്യനോട് നാം ചെയ്തു തീർക്കേണ്ടിയിരിക്കുന്ന കടപ്പാടുകളൊക്കെ പരിപൂർണമായി ചെയ്തു തീർക്കുമ്പോൾ ആ വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കായി നമ്മോട് തൃപ്തി ഉണ്ടാകുന്നു. എന്നാൽ ഒന്നാമതായി നാം ആ ബാധ്യതകളും ബന്ധങ്ങളും നിറവേറ്റി തൃപ്തി നേടാൻ ബാധ്യതപ്പെട്ടത് പടച്ച റബ്ബുൽ ഇസ്സത്തിനോടാണ്. ആ പടച്ച റബ്ബുൽ ഇസ്സത്തിന്റെ തൃപ്തി നേടാൻ നാം അവനോടുള്ള ബന്ധം എന്താണ് എന്ന് വ്യക്തമായി പഠിക്കുകയും ആ പഠിച്ച ബന്ധമനുസരിച്ച് അവനോടുള്ള ബാധ്യതകൾ തീർത്താനും സാധിക്കണം. നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന പേര് തന്നെ അബ്ദു എന്നാണ്, അടിമ എന്നാണ്. യജമാനനായ റബ്ബ് അവൻ സയ്യിദാണ്, യജമാനനാണ്. അതുകൊണ്ട് തന്നെ ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം യജമാനനുമായുള്ള ബന്ധം എങ്ങനെയാണ്? ആ യജമാനൻ എന്തു പറഞ്ഞോ തിരിഞ്ഞും മറഞ്ഞും നോക്കാതെ അനുസരിക്കുക തന്നെ. അവൻ എന്ത് ചെയ്യണമെന്ന് നമ്മോട് നിർദ്ദേശിച്ചോ, ആ യജമാനൻ എന്ത് ചെയ്യണമെന്ന് നമ്മോട് നിഷ്കർഷിക്കുന്നു, അതങ്ങനെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് അതിന് മറ്റു പ്രശ്നങ്ങളും പ്രയാസങ്ങളും കാരണങ്ങളും കണ്ടെത്താതെ എന്റെ യജമാനന്റെ കൽപ്പനയാണ്, ആ കൽപ്പന ഞാൻ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അടിമയാകുന്ന എന്നെ എന്തും ചെയ്യാൻ എന്റെ യജമാനൻ അവകാശമുണ്ടല്ലോ. അങ്ങനത്തെ യജമാനനായ റബ്ബ് എന്നെ എങ്ങാനും സൃഷ്ടിച്ചു പോയാൽ ആ ശിക്ഷ എനിക്ക് ഏറ്റെടുക്കാൻ സാധ്യമല്ല. ആ ഭീതി നമ്മുടെ കൽബിൽ കടന്നു വരുന്നു. അങ്ങനെ ഒരടിമയും സയ്യിദും തമ്മിലുള്ള, ഒരടിമയും യജമാനനും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തെ പറ്റി ശരിയായി നാം മനസ്സിലാക്കി നമ്മുടെ ഓരോ നടത്തങ്ങളും ഓരോ ചലനങ്ങളും ഓരോ സെക്കൻഡുകളും നമ്മുടെ നോട്ടവും നടത്തവും ഇരുത്തവും ഒക്കെ
ആ പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലാക്കി തീർക്കണം. ഈ ബാധ്യത നിറവേറ്റാനാണ്, ഈ ബന്ധത്തെ പറ്റിയുള്ള ശരിയായ ബോധമുണ്ടായി ആ ബാധ്യത നിറവേറ്റാനാണ് ഒന്നാമതായി മുസ്ലിമായ മനുഷ്യൻ ശ്രമിക്കേണ്ടത്. ആ ബന്ധം മനസ്സിലാക്കി അതിന്റെ ബാധ്യത നിറവേറ്റാൻ വേണ്ടി ജീവിതം പരിപൂർണമായി ഉപയോഗപ്പെടുത്തിയവരാണ് മഹാന്മാരായ അമ്പിയാക്കൾ, അതുപോലെ മഹാന്മാരായ സ്വഹാബാക്കൾ അടക്കം ഉൾക്കൊള്ളുന്ന ഔലിയാക്കൾ, സാലിഹീങ്ങൾ. അവരുടെ ജീവിതത്തിൽ അവരേറ്റവും കൂടുതൽ ബന്ധം പുലർത്താൻ താല്പര്യം കാണിച്ചത് പടച്ച റബ്ബുൽ ഇസ്സത്തിനോടാണ്. ആ പടച്ച റബ്ബുൽ ഇസ്സത്തിനോടുള്ള ബന്ധം സ്ഥാപിക്കുന്ന വിഷയത്തിൽ ജീവിക്കുന്ന ലോകത്തുള്ള ഏത് ബന്ധങ്ങൾ വിച്ഛേദിക്കേണ്ടി വന്നാലും, ഏത് ബന്ധങ്ങൾ വലിച്ചെറിയേണ്ടി വന്നാലും അതൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് എനിക്ക് എന്റെ റബ്ബിനോടുള്ള ബന്ധവും അവനോടുള്ള ബാധ്യതയും പരിഗണിച്ച് വീട്ടുന്നതിൽ പ്രതിസന്ധിയായി ഒന്നും തന്നെ എന്റെ ജീവിതത്തിൽ വേണ്ട. ഇത് ചിന്തിച്ചവരാണ് മഹാന്മാരായ സ്വാലിഹീങ്ങൾ. എന്നാൽ ഞാനും നിങ്ങളും ഒരു വേള നമ്മുടെ നഫ്സിനോട് ചോദിക്കണം, ഇതേ റബ്ബിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മൾ ചന്ദ്രന്റെ പ്രകാശം ആസ്വദിക്കുന്നു, അതുപോലെ സൂര്യന്റെ പ്രകാശം ആസ്വദിക്കുന്നു, നക്ഷത്രാദി ഗോളങ്ങളുടെ അലങ്കാരങ്ങൾ നാം ആസ്വദിക്കുന്നു. എന്നാൽ പടച്ച റബ്ബിനോടുള്ള ബന്ധവും അവനോടുള്ള ബാധ്യതയും പറ്റിയും ബോധമുണ്ടായിരുന്ന മഹാന്മാരുടെ അവസ്ഥ എന്തായിരുന്നെന്നറിയുമോ? അവരൊക്കെ പാതിരാത്രിയിൽ എല്ലാവരും കൂർക്കം വലിച്ചിറങ്ങുമ്പോ പരസ്യമായി പബ്ലിക്കായി പുറത്തിറങ്ങി അതേ തെളിഞ്ഞു നിൽക്കുന്ന ആകാശലോകത്തേക്ക് നോക്കി മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളിലേക്കും അതേ ജ്വലിച്ചു നിൽക്കുന്ന ചന്ദ്രഗോളത്തിലേക്കും നോക്കി അതാ മഹാന്മാര് കണ്ണുനീരൊഴുകുന്നു, അവര് പൊട്ടി പൊട്ടി കരയുന്നു. എന്താണ് അവരാലോചിക്കുന്നറിയോ? അതേ ഈ കാണുന്ന നക്ഷത്രാദിഗോളങ്ങളെ ഇതുവരെ ഒരു അപകടങ്ങളും കൂടാതെ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇത് മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ച റബ്ബുൽ ഇസ്സത്ത് ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഗോളം പരസ്പരം കൂട്ടിയിടിച്ച് ഒരപകടമില്ലാത്ത രീതിയിൽ വിഷയങ്ങളൊക്കെ കൃത്യമായി ചിട്ടയോടെ കൈകാര്യം ചെയ്ത് എല്ലാം സംരക്ഷിച്ച് പരിപാലിച്ച് പോരുന്ന റബ്ബുണ്ടല്ലോ. അവന്റെ ഹദ്റത്തിലേക്കാണല്ലോ ഞാൻ തിരിച്ചു പോകേണ്ടത്. ആ ഖുദ്റത്തിന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ മുന്നിലേക്ക് തിരിച്ചു പോകാൻ എനിക്ക് എന്റെ കയ്യിൽ എന്തുണ്ട്, എന്താണ് ഞാൻ യോഗ്യത നേടിയതെന്ന് ചിന്തിച്ച് മഹാന്മാര് പൊട്ടിക്കരയുന്നു. അതേ ആ പടച്ച റബ്ബിനോടുള്ള ബാധ്യതയെ പറ്റിയും ബന്ധത്തെ പറ്റിയും അവര് വ്യക്തമായി ധാരണ ലഭിച്ചവരായപ്പോ പിന്നെ അവർക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ലല്ലോ. അതേ പാതിരാത്രിയിൽ എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുന്ന സമയത്ത് മഹാന്മാരും മഹതിമാരും അത്ഭുതത്തോടെ പാടി പറഞ്ഞില്ലേ, അജബല്ലിൽ മുഹീബി കൈഫ യനാമു കുല്ലു നൗമിൽ അലൽ മുഹീബി ഹറാമു. അത്ഭുതമേ അത്ഭുതം. അള്ളാഹുവിനെ സ്നേഹിക്കുന്നെന്ന് പറയുന്ന അടിമകളെ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നത്? അത്ഭുതം തന്നെ. സ്നേഹിക്കുന്ന വ്യക്തിക്ക് സ്നേഹിക്കപ്പെടുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുന്നത്? അജബല്ലിൽ മുഹീബി കൈഫ യനാമു കുല്ലു നൗമിൽ അലൽ മുഹീബി ഹറാമു. മൈമൂനത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹയെ പോലത്തെ മഹദിമാർ പാതിരാത്രിയിൽ അന്തം വിട്ട് കൂർക്കം വലിച്ചുറങ്ങുന്ന മനുഷ്യൻ കിടന്നുറങ്ങുന്ന വീട്ടിന്റെ ഓരങ്ങളിലൂടെ അങ്ങനെ പാട്ടുപാടി നടക്കുകയല്ല ചെയ്യുന്നത്. അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഔലിയാക്കളുടെ നേതാവ് മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ആരാണ് മഹാനവറുകൾ നമുക്കറിയില്ലേ? വകുല്ലു വലില്ലഹു ഖൽബുൽ ഫഇന്നി
على قلب النبي بدر الكمال وكل ولي له قدم فإني على قدم النبي بدر التمام എല്ലാ ബോലികളും ഓരോ നബിവാശി ഞാനല്ലേ സിബാവ കാൽവശി എന്നോവർ. ഞാൻ എന്റെ ജീവിതത്തിൽ ആരെങ്കിലും സ്നേഹിച്ചു പോയെങ്കിൽ അത് മഹാനായ മുഹമ്മദിനിൽ മുസ്തഫ. ഞാൻ എന്റെ ജീവിതത്തിൽ ആരെങ്കിലും പിന്തുടർന്നെങ്കിൽ അത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബിന്റെ പ്രേമത്തിന്റെയും ആ ഹബീബിന്റെ പിന്തുടർച്ചയുടെയും പര്യായമായി മാറിയ മഹാനായ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ, നിങ്ങൾ കണ്ടില്ലേ, പടച്ച റബ്ബിനോടുള്ള ബന്ധത്തെ പറ്റിയുള്ള ശരിയായ ബോധം ഖൽബിനെ സ്വാധീനിച്ചപ്പോ, പടച്ച റബ്ബിനോടുള്ള ആ ബന്ധത്തെ പറ്റിയും ബാധ്യതയെ പറ്റിയുമുള്ള ബോധം മനസ്സിനെ സ്വാധീനിച്ചപ്പോ, എനിക്ക് ഇതെല്ലാം ചെയ്തു തന്ന റബ്ബിന്റെ മുന്നിലേക്ക് തിരിച്ചു പോകുമ്പോഴേക്ക് കയ്യും കണക്കുമില്ലാത്ത അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന റബ്ബിന്റെ ഹദറത്തിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തിരിച്ചു പോകുമ്പോൾ ഒരു നന്ദിയുള്ള അടിമയായി പോകാൻ സാധിക്കണം. എന്നാൽ ഞാൻ എന്റെ റബ്ബിന് എത്ര നന്ദി ചെയ്താലും മതിയാകില്ലല്ലോ. ആ ശക്തമായ ചിന്തയും പേടിയും അവരുടെ ഖൽബിനെ സ്വാധീനിച്ചപ്പോ 40 നിലവേറും ഈശ തൊഴുതോരുവാലേ 40 ആണ്ടോളം സുബ്ഹി തൊഴുതോവർ. 40 കൊല്ലക്കാലം ഉറക്കിന്റെ അഭിരുചി അറിയാതെ എല്ലാ സമയവും ഇബാദത്തിലായി കഴിച്ചു കൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ എത്തിയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, എന്റെ മാന്യ മുസ്ലിം സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളായ നമ്മുടെ ഖൽബിൽ ഒന്നാമതായി കടന്നു വരേണ്ടിയിരിക്കുന്ന ബോധം പടച്ച റബ്ബിനോടുള്ള ബന്ധത്തെ പറ്റിയുള്ള ബോധമാണ്. അവനോടുള്ള ബാധ്യതകളെ പറ്റിയുള്ള ബോധമാണ്. ആ ബന്ധം ഉറപ്പിക്കാനും അവനോടുള്ള ബാധ്യതകൾ തീർത്തുവാനുമാണ് ഒരു വിശ്വാസി ആദ്യമായി ശ്രമം നടത്തേണ്ടത്. പക്ഷേ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ പിന്നോട്ട് പോകുന്നതും ആ വിഷയത്തിൽ തന്നെ. എന്നാൽ രണ്ടാമതായി ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ അവന്റെ ഏറ്റവും വലിയ ബന്ധം പുലർത്തേണ്ടത് ആരോടെന്നറിയുമോ? അതേ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഏത് മാനദണ്ഡം വെച്ച് ചിന്തിച്ചാലും ആ ഹബീബിനേക്കാൾ വലിയൊരു ബന്ധവും ബാധ്യതയും വിശ്വാസികൾക്ക് സമർപ്പിക്കാൻ മറ്റൊരാളെ കാണാൻ സാധ്യമല്ല. അതാണ് മഹാനായ പ്രവാചക പ്രേമത്തിന്റെ പര്യായമായി അറിയപ്പെട്ട ഇമാമുൽ ബുസൂരി റളിയല്ലാഹു തആല അൻഹു പാടി പറഞ്ഞില്ലേ, മുഹമ്മദുൽ ദിക്റുഹു റൂഹുൽ ലി അൻഫുസിനാ മുഹമ്മദുൽ ശുക്റുഹു ഫർദുൽ അലൽ ഉമമി മുഹമ്മദുൽ സിനതുഹു ദുനിയാ വ ബഹ്ജതുഹാ മുഹമ്മദുൽ കാശിഫുൽ ഗുമ്മാതി വള്ളുലമി മുഹമ്മദുൽ അശ്റഫുൽ അഅറാബി വൽ അഅജമി മുഹമ്മദുൽ ഖൈറു മൻ യംശി അലാ ഖദമി. മഹാനായ ഇമാമുൽ ബുസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മനുഷ്യനും പ്രവാചകനും ഒരു വിശ്വാസിയും മുഹമ്മദ് നബിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നറിയോ? ഒരു മനുഷ്യനും അവന്റെ ജീവനും തമ്മിൽ എങ്ങനെയാണോ ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതേക്കാളും വലിയ ബന്ധം ഒരു മനുഷ്യൻ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുമായി ആയിരിക്കണം. നിന്റെ ശരീരത്തിൽ എന്നും ജീവൻ നിലനിൽക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതേ നിന്നിൽ എപ്പോഴും ഹബീബായ തങ്ങൾ ജീവിക്കണമെന്ന ഓർമ്മ നിനക്ക് വേണം. നിന്നിൽ നിന്ന് നിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നതിൽ
എത്രത്തോളം പ്രയാസം നിനക്കുണ്ടോ, എന്നാൽ അതുപോലെ നിന്നിൽ നിന്ന് ഹബീബ് നിന്റെ കൽബിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിനക്ക് ശക്തമായ ഭയമുണ്ടാകണം. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ആ ഹബീബായ തങ്ങളും നമ്മളും എവിടെയാണ് ഇപ്പോൾ ബന്ധപ്പെട്ട് കിടക്കുന്നത്? ആ ഹബീബിനോടുള്ള ബന്ധത്തിൽ നിന്ന് നാം പരിപൂർണമായി പിന്നോട്ട് പോയപ്പോ ആ ഹബീബ് നമ്മെ മറന്നു പോകുന്നു. ആ ഹബീബിനോടുള്ള ബന്ധം ആര് സ്ഥാപിച്ചിട്ടുണ്ടോ അവരോടുള്ള ബന്ധം ഹബീബ് തിരിച്ച് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഹബീബിലൂടെ ലോകത്ത് എന്തൊക്കെ ഉപകാരങ്ങൾ പടച്ച റബ്ബ് ഉദ്ദേശിച്ചോ അത് മുഴുവനും അവിടത്തോട് ബന്ധം സ്ഥാപിച്ച ആളുകൾക്ക് ഈ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. ജീവിതകാലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധം സ്ഥാപിച്ച സ്വഹാബത്ത്, അവർക്ക് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതേപോലെ തന്നെ ഹബീബിന്റെ വഫാത്തിന് ശേഷവും അവിടത്തോടുള്ള ബന്ധവും ബാധ്യതയും തീർക്കാൻ ആരൊക്കെ ശ്രമം നടത്തിയിട്ടുണ്ടോ അവർക്കൊക്കെയും അല്ലാഹുവിന്റെ റസൂൽ ആ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, നമ്മളൊക്കെ സാധാരണ ഓതുന്ന മൗലിദിന്റെ കിതാബ്, ആ മൗലിദിന്റെ കിതാബിൽ കാണാം റിഫാഇ മൗലിദ് എന്ന് പറയുന്ന ഒരു മൗലിദ്. ആ റിഫാഇ മൗലിദിൽ മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവബഹുലമായ ഒരു ചരിത്രം എടുത്തു പറയുന്നില്ലേ? ഫിഹാലത്തിൽ ബുദിറൂ كنت أرسلها تقبل الأرض عني وهي نائبتي فهذه نوبة الأشباح قد حضرت فامدد يديك لكي تحظى بها شفتي. ഹബീബായ തങ്ങൾ അന്തി ഉറങ്ങുന്ന പരിശുദ്ധമായ റൗള ശരീഫിന്റെ അരികിൽ മദീന മുനവ്വറയിൽ ആ ഹബീബിന്റെ റൗള ശരീഫിന്റെ അടുക്കൽ മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു സിയാറത്തിന് വേണ്ടി ചെന്നപ്പോ അവിടെ നിന്ന് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു, ഓ ഹബീബായ തങ്ങളെ, ഫിഹാലത്തിൽ ബുദിറൂ ഹികുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നാഇബതി. ഹബീബായ നബിയേ, ഞാൻ എത്രയോ അകലങ്ങളിൽ ജീവിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ജീവിതം പരിപൂർണമായി സമർപ്പിച്ചത് അങ്ങക്ക് വേണ്ടിയാണ്, അവിടത്തോടുള്ള ബന്ധവും സ്നേഹവും സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ആ സമയത്ത് എനിക്ക് ഈ പുണ്യഭൂമിയിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ ബുദ്ധിമുട്ടിയപ്പോ ഞാൻ എന്റെ ആത്മാവിനെ ഈ വിശുദ്ധ ഭൂമിയിലേക്ക് അയച്ചിട്ട് ഈ പുണ്യഭൂമി ചുംബിച്ച് വരാറുണ്ടായിരുന്നു നബിയേ. ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യദൈക ലകൈ തുഹ്ളാ ബിഹാ ശഫതി. അങ്ങയുടെ മഹബത്തിന് വേണ്ടി, അങ്ങയോടുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി മാത്രം ജീവിതം പരിപൂർണമായി സമർപ്പിച്ച അഹ്മദ് സ്വന്തം ശരീരത്തോട് അങ്ങയുടെ ഹദ്റത്തിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് നബിയെ, മറ്റൊന്നുമല്ല, ജീവിതകാലത്ത് അങ്ങയുടെ പവിത്രമായ മുഖമൊന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, അവിടത്തെ കരകളൊന്ന് ചുംബിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങക്ക് വേണ്ടി ജീവിച്ച അഹ്മദിന്റെ ആഗ്രഹം അവിടത്തെ ബർക്കത്തുള്ള രണ്ട് കൈയും ഒന്ന് പുറത്തോട്ട് തരുമോ നബിയേ, ഞാനൊന്ന് ചുംബിക്കട്ടെ നബിയേ. അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു അതേ പറഞ്ഞങ്ങ് തീർക്കേണ്ട താമസം അല്ലാഹുവിന്റെ റസൂൽ കിടക്കുന്ന ഖബർ ശരീഫ് അതാ മധ്യത്തിലൂടെ പിളരുന്നു. ഹബീബായ തങ്ങളുടെ രണ്ട് കൈയും പുറത്തോട്ട് വരുന്നു. അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ആ രണ്ട് കൈകളും പിടിച്ച് ചുംബിക്കുന്നു. മതിവരുവോളം ചുംബിച്ചു ഹബീബായ തങ്ങളുടെ കൈ വിട്ടുകൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ആ ഖബർ ശരീഫിലേക്ക് തന്നെ താഴ്ന്നു പോകുന്നു. റസൂലുള്ളാഹിയുടെ ഖബർ ശരീഫ് ആ പവിത്രമായ ഖബറിന്റെ മുറിവ് അങ്ങനെ തന്നെ മൂടിപ്പോകുന്നു.
എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ തൗഹീദിനെ അംഗീകരിക്കുന്ന ഒരു മുസ്ലിം അവന്റെ രണ്ടാമത്തെ ബാധ്യത നിറവേറ്റുന്ന, രണ്ടാമത്തെ ബന്ധം പുനഃസ്ഥാപിക്കേണ്ടുന്ന മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ആ ഹബീബിനോടുള്ള ബന്ധവും ബാധ്യതയും വ്യക്തമായി മനസ്സിലാക്കി ആ ഹബീബിനോടുള്ള കടപ്പാട് തീർത്താനാണ് രണ്ടാമതായി നാം ശ്രമിക്കേണ്ടത്. എങ്കിൽ ആ ഹബീബിനോട് നമുക്ക് നേടാൻ പറ്റിയതൊക്കെ നേടാൻ കഴിയും. ആ ഹബീബിനോട് നമുക്ക് എവിടെയാണ് ഇന്ന് ബന്ധമുള്ളത്? ആ ഹബീബിനോടുള്ള കടപ്പാട് എവിടെയാണെന്നാണ് ഞാനും നിങ്ങളും തീർക്കുന്നത്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, മാസത്തിൽ ഒരു ദിവസം നമ്മുടെ പള്ളിയിൽ ആ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് നടക്കുമ്പോ ഈ മഹല്ലത്തിൽപ്പെട്ട എത്ര മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമുണ്ട് ആ സ്വലാത്തിൽ പങ്കെടുക്കണമെന്ന നിർബന്ധ ബുദ്ധി എത്ര പേര് കാണിക്കുന്നുണ്ട്? എത്ര ചെറുപ്പക്കാര് കാണിക്കുന്നുണ്ടോ? എത്ര കാരണവന്മാര് കാണിക്കുന്നുണ്ട്? ആ സമയത്തൊക്കെ പീഡികക്കോലായിരുന്നിട്ട് വെറുതെ ഫിത്നയും ഗീബത്തും നമീമത്തും പറഞ്ഞ് ഒന്നുമില്ലെങ്കിൽ വെറുതെ ഇരുന്ന് വിലപ്പെട്ട ആയുസ് നശിപ്പിക്കുകയല്ലേ മോനെ ചെയ്യുന്നത്? ആ ഹബീബിനോടുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള ഏറ്റവും വലിയ ഒന്നാമത്തെ മാർഗം തന്നെ എന്താണ്? ആ ഹബീബ് പഠിപ്പിച്ചത് അസ്സലാത്തു അലൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലലാണ്. എല്ലാ ദിവസവും ആ ഹബീബിന്റെ പേരിൽ കൃത്യമായി സ്വലാത്ത് ചൊല്ലുന്ന ഒരു ആദത്ത് നമുക്കുണ്ടാകണം. എന്നാൽ മാസത്തിൽ ഒരു ദിവസം നിർബന്ധമായും ഒരു മുടക്കവുമില്ലാതെ ആ സ്വലാത്തിൽ പങ്കെടുക്കാനുള്ളൊരു നിർബന്ധ ബുദ്ധിയും നമുക്കുണ്ടാകണം. അല്ലാതെ പേരിനൊരു സ്വലാത്ത് പള്ളിയിൽ ആരോ 4-5 മനുഷ്യന്മാരിരുന്നിട്ട് ഇങ്ങനെ ഒരു ആചാരപടി പോലെ ചൊല്ലി തീർക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ അതിന്റെ ആനുകൂല്യം പറ്റുക. ഈ പരിപാടി നിർത്തണം കേട്ടോ. എന്നിട്ട് നമ്മുടെ നാട്ടിൽ സ്വലാത്ത് നടക്കുന്ന ദിവസം അത് നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും ഓർമ്മയുണ്ടാകണം. എല്ലാവരും തീരുമാനിക്കുക, ഞാൻ എന്റെ ജീവിതത്തിലുള്ള മാസത്തിന് ഒരു ദിവസം ആ ഹബീബിന്റെ പേരിൽ വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു. അന്നത്തെ രാത്രി എനിക്ക് കച്ചവടം വേണ്ട, അന്നത്തെ രാത്രി എനിക്ക് എന്റെ കുടുംബത്തിന്റെ പ്രശ്നം വേണ്ട, അന്നത്തെ രാത്രിയിൽ കല്യാണവും വേണ്ട, അന്നത്തെ രാത്രിയിൽ സൽക്കാരവും വേണ്ട, അന്നത്തെ രാത്രി ഞാൻ ആ ഹബീബിന്റെ സ്വലാത്തിന് വേണ്ടി തന്നെ വിനിയോഗിക്കുമെന്ന് ഉറച്ച് തീരുമാനിക്കുമോ? എങ്കിൽ ആ ഹബീബിനോട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയും, അവിടത്തോടുള്ള ബാധ്യത നമുക്ക് തീർക്കാൻ കഴിയും. എന്നാലോ ആ സ്വലാത്തിലൂടെ ബന്ധം സ്ഥാപിച്ചൊരനിയായി ദുനിയാവിൽ ബുദ്ധിമുട്ടുന്നത് മദീനയിൽ കിടന്ന് റസൂലുള്ളാഹിക്ക് കണ്ട് സഹിക്കാൻ സാധ്യമല്ല. ആഖിറത്തിൽ ബുദ്ധിമുട്ടുന്നതും ആ ഹബീബിന് കണ്ട് സഹിക്കാൻ സാധ്യമല്ല. എല്ലാ പ്രശ്നങ്ങൾക്കും അപ്പോൾ തന്നെ മുഹമ്മദിൻ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായ പരിഹാരം നമുക്ക് കാണിച്ചു തരും. ആ ഹബീബിന്റെ യഥാർത്ഥ മുഹിബ്ബുകളിലും അവിടുത്തെ ആശിഖീങ്ങളിലും അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഞാൻ പറഞ്ഞു വന്നത് രണ്ടാമത്തെ ബന്ധം വിശ്വാസിക്ക് മുഹമ്മദ് നബിയുമായിട്ടാണ്. ആ മുഹമ്മദ് നബിയോടുള്ള ബന്ധം ഒരു മനുഷ്യനും ജീവനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണോ അതുപോലത്തെ ബന്ധമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ ജീവനെതിരെ ആരെങ്കിലും ഒരു അപകട ഭീഷണി മുഴക്കിയാൽ അവനോട് എന്തെന്നില്ലാത്ത ശത്രുതയും വെറുപ്പും നമുക്ക് തോന്നുന്നെങ്കിൽ നമ്മുടെ ഹബീബിനെതിരെ ആരെങ്കിലും വല്ല അപശബ്ദവും മുഴക്കിയാൽ അവനെ അതേ കണ്ണോടെ നമുക്ക് കാണാൻ കഴിയണം. എന്റെ ജീവനെ അപായപ്പെടുത്താൻ ശ്രമിച്ചവനെ ഏത് സമയത്തും ശത്രുവാണെന്ന ബോധത്തോടെയാണ് കാണുന്നതെങ്കിൽ ആ ഹബീബിനെ അപമാനിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ, ആ ഹബീബിനെ അപകീർത്തിപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അതേ അവനോടും അതുപോലത്തെ വെറുപ്പ് നമുക്കുണ്ടാകണം. മുഹമ്മദുർ റസൂലുള്ളാഹി സാധാരണക്കാരനാണെന്ന് പറഞ്ഞ്, മുഹമ്മദ് നബി തെറ്റ് ചെയ്ത മനുഷ്യനാണെന്ന് പറഞ്ഞ്, മുഹമ്മദ് നബി ഒരു പോസ്റ്റ്മാന്റെ സ്ഥാനത്താണെന്ന് പറഞ്ഞ്, മുഹമ്മദ് നബിയുടെ പ്രവർത്തനം ദീനിൽ തെളിവല്ലെന്ന് പറഞ്ഞ് മുഹമ്മദ് നബിയെ ഓർക്കുന്നത്
നാൽക്കാലികളെ ഓർക്കുന്നതിന് സമമാണെന്ന് പറഞ്ഞ് ഹബീബായ തങ്ങളോടുള്ള ബഹുമാനം നശിപ്പിക്കുന്ന, അവിടത്തെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് ചിന്താഗതിക്കാർ ഈ സമുദായത്തിന്റെ പേരിൽ വളർന്നു വരുന്നുണ്ട്. ഒരു ഭാഗത്ത് മുജാഹിദ് എന്ന് പറഞ്ഞിട്ടും മറുഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമിയും മറ്റൊരു ഭാഗത്ത് തബ്ലീഗ് ജമാഅത്തും, ഇങ്ങനെ ഈ രീതിയിലുള്ള നൂലാമാലകളൊക്കെ ഹബീബായ തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോ നമുക്ക് നമ്മുടെ ജീവന് സമാനമായ സ്നേഹം ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുണ്ടെങ്കിൽ അതേ ആ ഹബീബിനെ ഈ രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്ന ഇത്തരക്കാരോട് നമുക്ക് അനുസരിക്കാൻ കഴിയില്ല. അത്തരക്കാരോട് നമുക്ക് അനുകമ്പ വെച്ച് പുലർത്താൻ സാധ്യമല്ല. അത്തരക്കാരോട് നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധ്യമല്ല. നമുക്കെതിരെ കൊലഭീഷണി മുഴക്കിയിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ പിറ്റേന്ന് രാവിലെ കണ്ടാൽ നല്ല ചിരിച്ചിട്ട് അസ്സലാമു അലൈക്കും, എന്തെല്ലാം മോനെ, ഇന്നലെ എന്നെ കൊല്ലാൻ നോക്കിയല്ലേ, അല്ലാഹു തആല നമുക്ക് സലാമത്ത് തരട്ടെ എന്ന് പറയൂ ആരെങ്കിലും? ബുദ്ധിയുള്ളൂ പറയൂല. അങ്ങനെ സലാം പറയാത്തത് വലിയ കുറ്റമായിട്ട് ആരെങ്കിലും എടുത്തു പറയോ? ഇല്ല. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സാധാരണക്കാരനാണെന്ന് എഴുതി വെച്ച ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തഹിയ്യാത്ത് ഓതുന്ന സമയത്ത് ഓർക്കുന്നത് നാൽക്കാലിക ഓർക്കുന്നതിന് സമമാണെന്ന് എഴുതി വെച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനം ദീനിൽ തെളിവെന്ന് എഴുതി വെച്ച പ്രവാചകന്റെ വിരോധികളോടൊരു സലാം പറയരുത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയാ ഒച്ചപ്പാട്, കുലുമാറിയല്ലേ? ആരോടാണ് മോനെ ബന്ധം? ആർക്കാരോടാണ് ഈ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞത്? സ്വന്തം ശരീരത്തിനെതിരെ വധഭീഷണി മുഴക്കിയ മനുഷ്യൻ, സ്വന്തം ശരീരത്തിനെതിരെ അപകട ഭീഷണി മുഴക്കിയ ഒരു മനുഷ്യൻ, പിറ്റേന്ന് രാവിലെ കണ്ടാൽ അവനെ കുറുക്കനെ നോക്കുന്ന കണ്ണോട് നോക്കുന്നു, പ്രശ്നമില്ല. അവരോട് സലാം പറയാൻ മനസ്സ് തോന്നുന്നില്ല. ആരും കുറ്റം പറയുന്നില്ല, എതിർപ്പ് പറയുന്നില്ല. എല്ലാവരും പറയുന്ന ന്യായമെന്തേ? ഓനെ കൊല്ലാൻ നോക്കിയവനല്ലേ, എങ്ങനെയാ ഒരു മനുഷ്യനായി പറഞ്ഞു ഓനോട് സലാം പറയാൻ കഴിയുക? എന്നാൽ നമ്മുടെ ജീവനേക്കാൾ അപ്പുറം സ്നേഹിക്കുകയും ആ ജീവനേക്കാൾ അപ്പുറം ബന്ധം പുലർത്തുകയും ചെയ്യേണ്ടുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടുത്തെ സാധാരണ മനുഷ്യനാണെന്ന് എഴുതി വെച്ച, അവിടുന്ന് തെറ്റുകാരനാണെന്ന് എഴുതി വെച്ച മുജാഹിദുകാരനോട് സലാം പറയാൻ ഒരു പ്രവാചക പ്രേമിക്ക് സാധ്യമല്ല. മുഹമ്മദ് നബിയുടെ പ്രവർത്തനം ദീനിൽ തെളിവല്ലെന്ന് എഴുതി വെച്ച ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനോട് സലാം പറയാൻ ഒരു പ്രവാചക പ്രേമിക്ക് സാധ്യമല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ ഓർക്കുന്നത് നാൽക്കാലികളെ ഓർക്കുന്നതിന് സമമാണെന്ന് വാദിക്കുന്ന തബ്ലീഗ് ജമാഅത്തുകാരൻ അവരോട് സലാം പറഞ്ഞു ബന്ധപ്പെടാൻ ഒരു പ്രവാചക പ്രേമിക്ക് സാധ്യമല്ല. എന്റെ മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ആ ഹബീബായ തങ്ങളോടുള്ള ബന്ധം നന്നായി സ്ഥാപിക്കണം. ആ ബന്ധത്തിന് കടുപ്പം കൂട്ടണം. ആ ഹബീബിനോട് നന്നായി ബന്ധപ്പെടാൻ സാധിക്കണം. പടച്ച റബ്ബിനോടുള്ള ബന്ധം സ്ഥാപിക്കാൻ സാധിക്കണം. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചല്ലോ, നാം അല്ലാഹുവിനോട് ഒരു ചാനടുത്ത് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ പടച്ച റബ്ബ് നമ്മോട് ഒരു മുഴം ഇങ്ങോട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കും. നാം ആ പടച്ച റബ്ബിലേക്ക് ഒരു മുഴം ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ പടച്ച റബ്ബ് നമ്മിലേക്ക് ഒരു മാറെടുക്കാൻ ശ്രമിക്കും. നാം ആ പടച്ച റബ്ബിലേക്ക് നടന്നെടുത്താൽ പടച്ച റബ്ബ് നമ്മിലേക്ക് ഓടിയെടുക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് എത്ര കണ്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു അതിനേക്കാൾ ഇരട്ടിക്കിരട്ടി സ്പീഡിൽ പടച്ച റബ്ബ് നമ്മളോട് തിരിച്ച് ബന്ധം സ്ഥാപിക്കാൻ, ഇങ്ങോട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ രണ്ടാമത്തെ ബന്ധവും സ്ഥാപിക്കണം. ഇനി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ബന്ധമാണ് കുടുംബ ബന്ധം. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഒരു ബന്ധമാണ് കുടുംബ ബന്ധം. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, ഓരോ ദിവസവും കുടുംബ ബന്ധം പടച്ച റബ്ബിനോട് ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. പോയി മൻ വസലനീ വസലഹുല്ലാഹ് വമൻ ഖതഅനീ ഖതഅഹുല്ലാഹ്.
എന്നെ ആരാണോ പടച്ചോനെ ഈ കുടുംബബന്ധമാകുന്ന എന്നെ ആരാണ് ചേർത്തുന്നത് അവനെ നിന്നിലേക്ക് നീ അടുപ്പിക്കണേ റഹ്മാനെ. എന്നെ ആരാണോ മുറിച്ചു കളയുന്നത് അവനിക്ക് നിന്നോടുള്ള ബന്ധം നീ മുറിച്ചു കളയണേ അല്ലാഹ്. അപ്പൊ പടച്ച റബ്ബിനോട് ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവൻ അവൻ കുടുംബ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമം നടത്തണം. ആ കുടുംബ ബന്ധത്തെ ആരെങ്കിലും മുറിച്ചു കളഞ്ഞാൽ, ആ കുടുംബ ബന്ധത്തെ ആരെങ്കിലും നശിപ്പിച്ചു കളഞ്ഞാൽ അവനിക്ക് റബ്ബിനോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകും. റബ്ബ് അവനുമായുള്ള കണക്ഷൻ അങ്ങ് കട്ട് ചെയ്ത് കളയും. അപ്പൊ പടച്ച റബ്ബിന്റെ ബന്ധം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ പിന്നെ ജീവിച്ചിട്ടെന്ത് കാര്യം? അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. കുടുംബ ബന്ധം ചില്ലറയല്ല. ആ കുടുംബ ബന്ധത്തെ സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള വിജയത്തിന്റെ കാരണം അത് തന്നെയാണ്. നിങ്ങൾ കണ്ടില്ലേ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തിന് പ്രഥമമായ ഖുർആനിന്റെ വഹി വന്ന സന്ദർഭം ജബലുൻ നൂറിൽ അല്ലാഹുവിന്റെ റസൂൽ ധ്യാനനിരതനായിരിക്കുമ്പോൾ നസറൽ അമീൻ മുഖറബുൽ അംലാക് ജിബ്രീൽ അലൈഹിസ്സലാം ഇരിക്കുന്ന സമയം ആ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഇഖ്റ യാ മുഹമ്മദ്, ഏ മുഹമ്മദ് നബിയെ ഒന്നോദണം. റസൂലുള്ളാഹി തങ്ങളുടെ മറുപടി, മാ അന ബിഖാരിഇൻ, ഞാൻ ഓത്ത് പഠിച്ച ആളല്ല. വീണ്ടും പറയുന്നു, ഇഖ്റ യാ മുഹമ്മദ്, ഓദണം. ഹബീബായ തങ്ങളുടെ മറുപടി, ഞാൻ ഓത്ത് പഠിച്ച ആളല്ല. വീണ്ടും പറയുന്നു, മുഹമ്മദ് നബി അങ്ങോദണം. അപ്പോഴും പറയുന്നു, ഞാൻ ഓത്ത് പഠിച്ച ആളല്ല. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ ആത്മീയമായ രീതിയിലുള്ള ഒരു ആലിംഗനം ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് ആലിംഗനം ചെയ്തു. ആ പിടുത്തം അങ്ങോട്ട് വിട്ടുകൊണ്ട് പറയുന്നു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. എന്റെ മാന്യ സഹോദരന്മാര് ശ്രദ്ധിക്കണം. ആ ഓത്തിനുള്ള നിർദ്ദേശം റസൂലുള്ളാഹി തങ്ങൾ അതാ നന്നായി അങ്ങോട്ട് ഓതുന്നു. ആ പ്രഥമമായ വഹി സമർപ്പിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശക്തമായ ആത്മീയ ആലിംഗനത്തിൽ പേടിച്ചു മറിച്ചു പോയി. ഏകദേശം 1 മണിക്കൂറിലധികം കുത്തനെ കയറാനുള്ള ആ മലയുണ്ടല്ലോ, അതിന്റെ മുകളിൽ നിന്നതാ ഹബീബായ തങ്ങൾ പേടിച്ച് വിറച്ച് തളർന്ന് എങ്ങനെയൊക്കെയോ തപ്പിത്തടഞ്ഞ് താഴോട്ടിറങ്ങി നേരെ ഓടുന്നു. ഇലാ ഹദ്റത്തി സയ്യിദത്തിനാ ബീബി ഖദീജ റളിയല്ലാഹു അൻഹായുടെ വീട്ടിലേക്ക് ഓടുകയാണ്. അവിടെ ചെന്ന് വല്ലാതെ വെപ്രാളം കാണിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ആ ഖദീജ ബീബിയോട് പറയുന്നത്, സമ്മിലൂനി സമ്മിലൂനി സമ്മിലൂനി, എനിക്ക് വല്ലാതെ വിറയൽ അനുഭവപ്പെടുന്നുണ്ട്, എനിക്ക് വല്ലാതെ വിറയൽ അനുഭവപ്പെടുന്നുണ്ട്, അതുകൊണ്ടൊന്ന് എന്നെ പുതപ്പിട്ടും കൂടി സമാധാനിപ്പിക്കണമെന്ന് പറഞ്ഞ് പത്നിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ആയിഷ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ആ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ആ കാലഘട്ടത്തിൽ ജീവിച്ച വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറയുന്ന പ്രഗൽഭനായ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോയി വിഷയമൊക്കെ പറഞ്ഞപ്പോ അതേ ആ മഹാപണ്ഡിതൻ ഹബീബിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, ഓ മുഹമ്മദ് നബിയേ, പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം, നിങ്ങളെ ഒരിക്കലും പടച്ച റബ്ബ് പരാജയപ്പെടുത്തുന്ന പ്രശ്നമില്ല. വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, നിങ്ങളെ ഒരിക്കലും പടച്ച റബ്ബ് പരാജയപ്പെടുത്തുന്ന വിഷയമില്ല. കാരണം എന്തേ? നിങ്ങളിൽ വിജയികളുടെ ലക്ഷണം മാത്രമേ ഉള്ളൂ. അതിൽ ഒന്നാമത്തെ ലക്ഷണം പറയുന്നത് നിങ്ങൾ സത്യം പറയുന്നവരും സത്യത്തോട് സഹകരിക്കുന്നവരുമാണ്. രണ്ടാമത്തതോ കുടുംബ ബന്ധം ചേർക്കുന്ന
അപ്പൊ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് നമ്മെ ദുനിയാവിലും ആഖിറത്തിലും എല്ലാ ഭക്ഷണത്തരങ്ങളും തൊട്ടും എല്ലാ അപമാനങ്ങളും തൊട്ടും പടച്ചറപ്പ് കാത്തുരക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗമാണ്, ഏറ്റവും വലിയൊരു ഇബാദത്താണ് കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്നാൽ ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ അവസ്ഥ എന്തേ? ഇന്ന് നമ്മുടെ കുടുംബ ബന്ധത്തിന്റെ അവസ്ഥ എന്താ? ഒരു കവുങ്ങിന്റെ തൈക്ക് വേണ്ടി പോട്ടെ, ഒരു ചെറിയ ഒരു ഓലക്കൊടിക്ക് വേണ്ടി, ഒരു ചെറിയ ഒരു സെന്റ് സ്ഥലത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടി അർഹമായതും അനർഹമായതും വാരിപ്പറ്റി പരസ്പരം തമ്മിലടിച്ച് ചിന്നിച്ച് ഭിന്നിച്ചു പോയില്ലേ നമ്മൾ? എവിടെ ആർക്കാരോടാണ് ബന്ധമുള്ളത്? ഏത് കുടുംബത്തോടാണ് ബന്ധമുള്ളത്? ആ കുടുംബ ബന്ധത്തിൽ ഒന്നാമത്തെ ബന്ധം അതേ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധമാണല്ലോ. പരിപൂർണമായി ആ ബന്ധം ഈ ലോകത്ത് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഒരു മകന് ഒരു മകൾക്ക് അതേ പടച്ച റബ്ബും ഹബീബായ തങ്ങളും കഴിഞ്ഞാൽ പിന്നവൻ പരിഗണിക്കേണ്ടുന്ന ഏറ്റവും വലിയ വ്യക്തിത്വം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാതാവും പിതാവുമാണല്ലോ. അവരോട് എത്രത്തോളമാണ് ബാധ്യതപ്പെട്ട് കിടക്കുന്നത്. അതേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിൽ ഒരു സ്വഹാബി വന്നിച്ചു, ഓ മഹാനായ നബിയേ, ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും ബന്ധപ്പെട്ടത് ആരോടാണ് നബിയേ? ഏറ്റവും വലിയ ബാധ്യത തീർക്കേണ്ടത് ഞാൻ ആരോടാണ് നബിയേ? റസൂലുള്ളാഹി മറുപടി കൊടുക്കുന്നു, നിന്റെ ഉമ്മയോടാണ്. രണ്ടാമത് ചോദിക്കുന്നു, സുമ്മമൻ, പിന്നെ ആരാണ് നബിയേ? അപ്പോഴും ഹബീബായ തങ്ങളുടെ മറുപടി, ഉമ്മുക്ക, നിന്റെ ഉമ്മയാണ്. മൂന്നാമത് ചോദിക്കുന്നു, സുമ്മമൻ, പിന്നെ ആരാണ്? അപ്പോഴും പറയുന്നു, ഉമ്മുക്ക, നിന്റെ ഉമ്മയാണ്. വീണ്ടും ചോദിക്കുന്നു, സുമ്മമൻ, പിന്നെ ആരാണ് നബിയേ? ആ സമയത്ത് ഹബീബിന്റെ മറുപടി, അബൂക്ക, നിന്റെ വാപ്പയാണ്. അപ്പം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും രണ്ടും മൂന്നും ബന്ധം സ്ഥാപിക്കേണ്ടത് ഹബീബിന്റെയും സൃഷ്ടാവിന്റെയും ശേഷം ഏറ്റവും വലിയ ബന്ധം സ്ഥാപിക്കേണ്ട ഉമ്മ, പിന്നീട് ബന്ധം സ്ഥാപിക്കേണ്ടുന്ന ഉപ്പ. ആ ഉപ്പക്കും ഉമ്മക്കും ഇന്ന് മക്കൾക്ക് എവിടെ ബന്ധം? ആ ബന്ധം തകർന്നു പോയില്ലേ? മാതാപിതാക്കളോടുള്ള ബന്ധം തകർത്ത മക്കൾ വളരുന്ന കാലം ശിക്ഷയുടെ കാലഘട്ടമാണ്, പരീക്ഷണത്തിന്റെ കാലഘട്ടമാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഉപ്പയും ഉമ്മയും കൂടെ കുറച്ച് വയസ്സും കൂടെ ആയിപ്പോയാൽ പിന്നെ സുബ്ഹാനല്ലാഹ് അവരെ ഒരു മൈൻഡുമില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, കോഴിക്കോട് ജില്ലയിൽ നടന്നൊരു സംഭവം. സ്ഥലത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. കോഴിക്കോട് ജില്ലയിൽ നടന്നൊരു സംഭവം. ഒരു ചെറുപ്പക്കാരൻ ജോലി ആവശ്യാർത്ഥം ഗൾഫിൽ പോയി. നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരൻ. ഗൾഫിൽ ചെന്നപ്പോ നല്ലൊരു കമ്പനി ജോലി കിട്ടി, നല്ല ശമ്പളവും. അവന് ഗൾഫിൽ ഇവൻ ഭയങ്കര നല്ല ഹൈ ലെവൽ ജീവിതമാണ്. വലിയ വലിയ VIP-കളാണ് അവന്റെ ഫ്രണ്ട്സുകളൊക്കെ. അങ്ങനെ ഇവൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവന്റെ ഒന്ന് രണ്ട് ചങ്ങാതിമാരുടെ ഒന്നിച്ചാണ് നാട്ടിൽ വന്നത്. അവന്റെ ചങ്ങാതിമാരുടെ നാട് തെക്കൻ ജില്ലയിലാണ്. അപ്പോൾ ഗൾഫുകാര് സുഹൃത്തുക്കൾ നാട്ടിലെത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലൊക്കെ ഒന്ന് പോകുമ്പോഴൊക്കെ ചെയ്യല്ലോ, അങ്ങനെയാണല്ലോ ചങ്ങാതിമാര്. അപ്പൊ ഈ തെക്കൻ ജില്ലയിലുള്ള ഒരു സുഹൃത്ത് താമരശ്ശേരി അടുത്തുള്ള സ്ഥലം, ആ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് അതിഥിയായി വരാൻ തീരുമാനിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം ഈ ചെറുപ്പക്കാരൻ താമരശ്ശേരി ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങുന്ന ആ ടൈമിലേക്ക് ഈ ചെറുപ്പക്കാരൻ തന്റെ ഫ്രണ്ടിനെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ പോയി നിന്നു. അങ്ങനെ രണ്ടുപേരും ബസ് ഇറങ്ങി ഇങ്ങനെ നടന്നിങ്ങനെ വരുമ്പോ ഈ ചെറുപ്പക്കാരന്റെ പ്രായം ചെന്ന് ഉപ്പുണ്ട്. ഉപ്പൊരു പഴയ മനുഷ്യനാണ്. ഒരു കള്ളിത്തുണിയും ഒരു ബനിയനും ഒരു ചെറിയൊരു മഫ്ലർ ഇങ്ങനെ തലയെ കെട്ടി മുറുക്കാനൊക്കെ മുറുക്കിയിട്ട് ഇങ്ങനെ ചെറിയ കൂടെ അങ്ങനെ ചുവന്ന വെള്ളമൊക്കെ അങ്ങനെ വന്നിട്ട് അങ്ങനെ നടന്നു വരെ ഉപ്പം കിട്ടും. അപ്പൊ സ്വാഭാവികമായും ഉപ്പ മോനെ കാണുമ്പോ എവിടേക്കാച്ച് പോയി എന്നൊക്കെ ചോദിക്കുമല്ലോ. അപ്പൊ ആ രീതിയിൽ ഉപ്പ അടുത്തെത്തിയപ്പോ എവിടേക്കാച്ച് പോയെന്ന് ചോദിച്ചപ്പോ ഞാനിങ്ങനെ അങ്ങാടി പോയതാണോ, നമ്മുടെ ചങ്ങാതിനെ കൂട്ടാൻ പോയതാണോ. വാപ്പ അങ്ങോട്ടും പോയി, മോൻ അങ്ങോട്ടും പോയി.
അണ്ട് പാസ് ചെയ്തപ്പോ ഈ ചങ്ങാതി ചോദിച്ചു അതാരാണ് പോയത്? എന്റെ അയൽവാസിയാണ് പോയത്. സ്വന്തം ജന്മം നൽകിയിരിക്കുന്ന ഉപ്പയെ പറ്റി ഉപ്പ എന്ന് പറയാൻ മടിക്കുന്ന ലോകം. മഅദല്ലാഹ്, അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈ ഇരിക്കുന്ന ഉപ്പമാരിൽ എത്ര പേരുടെ മനസ്സ് നൊമ്പരപ്പെടുന്നുണ്ട്. ചെറിയ പ്രായം മുതൽക്ക് അതേ 10 മാസം പള്ളിയിൽ പേറി നടന്ന ഉമ്മ, അതിശക്തമായ നൊമ്പരം സഹിച്ച് പ്രസവിച്ച ഉമ്മ, 2 വർഷക്കാലം മുലപ്പാല് കൊടുത്ത് പോറ്റിയ ഉമ്മ, എത്രയോ ദിനരാത്രങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി ഉറക്കൊടിഞ്ഞു ഊണില്ലാതെ ത്യാഗം സഹിച്ച മാതാവ്, ആ കുട്ടിയെ രക്തം നീരാക്കി അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കി ആ പ്രിയപ്പെട്ട മകന് വളർത്തിക്കൊണ്ടുവന്ന് ആവശ്യമായ അറിവ് കൊടുത്ത് മതപരമായ വിജ്ഞാനവും ഭൗതിക വിജ്ഞാനമൊക്കെ കൊടുത്ത് നല്ലൊരു ഉയർന്ന തസ്തികയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നു. ആ പ്രിയപ്പെട്ട മകൻ ചില്ലറ കീശയിൽ വരുന്ന സമയത്തിയപ്പോ പ്രായം ചെന്ന ഉപ്പയെ കണ്ടുകൂടാ, പ്രായം ചെന്ന ഉമ്മയെ കണ്ടുകൂടാ. എന്നിട്ടോ ആ മകന് വേണ്ടി ത്യാഗം സഹിച്ച പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും ആരോരും കാണാതെ മൂലയിലിരുന്ന് പൊട്ടിക്കരയുന്ന പടച്ചോനെ, ഞാൻ എങ്ങനെ പോറ്റിയ മകനാണ്, ഞാൻ എത്ര ബുദ്ധിമുട്ട് സഹിച്ച് വളർത്തിയ മകനാണ്. ഇന്നവൻ സുഖത്തിലും സൗകര്യത്തിലും ആയപ്പോ ഈ പാവപ്പെട്ട ഞങ്ങളെ മറന്നുപോയല്ലോ. മോനെ, നിന്റെ ആഖിറം നഷ്ടം തന്നെ, നിന്റെ ഖബർ നിനക്ക് നഷ്ടം തന്നെ, നിന്റെ മഹ്ശറ നിനക്ക് നഷ്ടപ്പെട്ടത് തന്നെ. സംശയം വേണ്ട. നീ എത്ര വലിയ നിസ്കാരക്കാരനായിട്ടെന്താണ്, നീ എത്ര വലിയ നോമ്പുകാരനായിട്ടെന്താണ്, നീ എത്ര വലിയ ദാക്കിറും വലിയ ആലിമുമായിട്ടെന്താ കാര്യം? അകാരണമായി പ്രിയപ്പെട്ട ഉപ്പയുടെയും ഉമ്മയുടെയും വെറുപ്പ് നേടിപ്പോയാൽ നിന്റെ ഇബാദത്ത് പോലും വിലക്കില്ല കേട്ടോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സംഭവം ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു പള്ളി ദർസിലൊക്കെ നാം ഓതുന്ന റിയാദുസ് സ്വാലിഹീനിൽ തന്നെ ഉദ്ധരിച്ചിട്ടില്ലേ? മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം. ചില്ലറക്കാരനല്ല, വലിയ മഹാനാണ്, വലിയാണ്. 24 മണിക്കൂറും ഉറക്കൊടിഞ്ഞ് പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്ത മകനാണ്. താൻ ഇബാദത്ത് ചെയ്യാനിരിക്കുന്ന കുന്നിന്റെ താഴെ താമസിക്കുന്ന പ്രിയപ്പെട്ട കിളവിയായ ഉമ്മ എന്തോ ഒരാവശ്യത്തിന് വേണ്ടി 3 പ്രാവശ്യം വിളിച്ചപ്പോ സുന്നത്ത് നിസ്കാരത്തിലായി പോയ ജുറൈജ് റളിയല്ലാഹു അൻഹു ഉമ്മീ വസ്വലാത്തി, ഉമ്മീ വസ്വലാത്തി, ഉമ്മീ വസ്വലാത്തി, ഞാൻ എന്റെ ഉമ്മക്കുള്ള വിളിക്കുത്തരം ചെയ്യണോ, അതല്ല എന്റെ നിസ്കാരം പൂർത്തിയാക്കണോ എന്ന് ചിന്തിച്ച് നിസ്കാരം പൂർത്തിയാക്കി ഉമ്മയെ സമീപിക്കുമ്പോഴേക്ക് മനസ്സ് നൊമ്പരപ്പെട്ട പ്രിയപ്പെട്ട മാതാവ് അങ്ങ് ദുആ ചെയ്തു പോയി. പടച്ചോനെ, ഓനിപ്പം വലിയ വലിയാണ്, ശൈഖാണ്, ഓനപ്പറ്റ ഉമ്മ ഞാനല്ലേ. ഈ കിളവിയായ ഉമ്മ ഈ വീട്ടിൽ ഒറ്റക്കിരുന്നിട്ട് ഞാനല്ല എന്റെ മകനെ വിളിച്ചിട്ടൊന്ന് ഉത്തരം ചെയ്യാൻ പോലും അവന് സന്മനസ്സില്ലെങ്കിൽ അവനെ നീ ഒരു വ്യഭിചാരിയുടെ മുഖം കാണിച്ചിട്ടല്ലാതെ നീ മരിപ്പിക്കല്ലേ അല്ലാ. വേദന വന്ന ഉമ്മ അങ്ങ് ദുആ ചെയ്തപ്പോ അതാ മഹാനവറുകളെ പടച്ച റബ്ബ് പരീക്ഷിച്ചു പോയി. അതുപോലത്തെ അനുഭവം തന്റെ കൺമുമ്പിൽ വന്നുപോയി. പക്ഷേ അവിടുത്തെ ഇബാദത്തിന്റെയും സ്വലാഹിയത്തിന്റെയും കടുപ്പം കൊണ്ട് പിന്നീട് നേടിയ മാതാവിന്റെ തൃപ്തിയുടെ ബർക്കത്ത് കൊണ്ട് ആ പരീക്ഷണത്തിൽ നിന്ന് അവിടുത്തെ കറാമത്തിലൂടെ അല്ലാഹു തആല രക്ഷപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജത്തിമാരെ, ഉമ്മയെയും ഉപ്പയെയും ആദരിക്കണം, ബഹുമാനിക്കണം. അവരോടുള്ള ബന്ധം കടുപ്പപ്പെട്ട ബന്ധമാണ്. ആ ബന്ധം മുറിച്ചു പോയാൽ നീ എത്ര സുഖലോലുപയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പടച്ച റബ്ബ് ശിക്ഷിച്ചേക്കും കേട്ടോ. ഞാൻ എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരികളായ സഹോദരിമാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ രോഗശയ്യയിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയില്ലേ? ആ ഉമ്മ ഒരു നേരം കിടന്ന കിടപ്പിൽ വെച്ച് മൂത്രമൊഴിക്കേണ്ടുന്ന ഗതി വന്നാൽ, ഒരു നേരം ആ കിടന്ന കിടപ്പിൽ കാഷ്ടിക്കേണ്ടുന്ന ഗതി വന്നാൽ, ആ പ്രിയപ്പെട്ട ഉമ്മ ഈ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്ത ചട്ടിപ്പാത്രം അത് കൈകൊണ്ട് പിടിച്ചിങ്ങനെ ഒഴിവ് ശുദ്ധിയാക്കാൻ വേണ്ടി
പോകുമ്പോ ഇടത്തെ കൈ കൊണ്ട് മൂക്ക് പിടിച്ചു പോയില്ലേ മോനെ? ആ ഉമ്മ കേൾക്കത്തക്ക രീതിയിൽ പറഞ്ഞു, എന്തൊരു നാറ്റം എന്ന് പറഞ്ഞു പോയില്ലേ? ഏതുമ്മയോടാണ് നീ പറഞ്ഞത്? ഇതേ നീ ചെറിയ കുട്ടിയായ സമയത്ത് ആ ഉമ്മാന്റെ മാറിലൂടെ നീ കാഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഉമ്മാടെ മടിത്തട്ടിൽ നീ വിസർജിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പ്രിയപ്പെട്ട ഉമ്മാടെ കയ്യിൽ നീ വിസർജിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ മൂക്ക് പിടിച്ചിട്ടില്ല. ആ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ നിന്നെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് അടിച്ച് വേദനിപ്പിച്ചിട്ടില്ല. നിന്നെ ചീത്ത പറഞ്ഞ് പ്രയാസപ്പെടുത്തിയിട്ടില്ല. സ്നേഹത്തോടെ ഒരു ഉമ്മയൊന്നും തന്ന് നിന്നൊരു ഭാഗത്ത് കഴുകി കിടത്തിയിട്ട് ഒരു പ്രയാസവുമില്ലാതെ ആ പ്രിയപ്പെട്ട ഉമ്മ കാഷ്ടങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയില്ലേ? എത്ര കഠിനാധ്വാനം ചെയ്തു. അങ്ങനത്തെ ഉമ്മ നമ്മുടെ മുന്നിൽ ഒരു കുട്ടിയെ പോലെ പ്രായം ചെന്ന് കിളവിയായി ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ആ ഉമ്മക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ കഴിയുന്ന ഖിദ്മത്ത് ചെയ്തു കൊടുത്താൽ അത് തന്നെ എന്റെ ആഖിറത്തിന്റെ സലാമത്തിന് മതിയെന്ന് മനസ്സിലാക്കി ആ പ്രിയപ്പെട്ട ഉമ്മയോടുള്ള ബന്ധം സ്ഥാപിക്കാൻ, ആ ഉമ്മയോടുള്ള നല്ല സ്നേഹം നിലനിർത്താൻ, ആ ഉമ്മയോടുള്ള ബാധ്യത നിറവേറ്റാൻ നമുക്ക് സാധിക്കണം. പ്രായം ചെന്ന ഉപ്പയുടെ മുഖത്ത് നോക്കി, പ്രായം ചെന്ന ഉമ്മയുടെ മുഖത്ത് നോക്കി കൊരമ്പുന്ന സ്വഭാവം വേണ്ട കേട്ടോ. ഒരു ഭർത്താവിനെ കിട്ടുമ്പോഴേക്ക് ഉമ്മയും വാപ്പയും വേണ്ട എന്ന ചിന്ത മനസ്സിൽ വരണ്ട കേട്ടോ. അപകടത്തിലേക്കാണ് പോക്ക്, അപകടത്തിലേക്കാണ് പോക്ക്, അപകടത്തിലേക്കാണ് പോക്ക്. യജമാനനായ റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ ആദരിക്കണം, വാപ്പമാരെ ആദരിക്കണം. ആ ഉമ്മയോടും വാപ്പയോടുമുള്ള ബന്ധത്തെ പറ്റി നാം എപ്പോഴും ബോധവാനായിരിക്കണം. ആ ഉമ്മയോടുള്ള ബന്ധം നാം സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ, ആ ഉമ്മയോടുള്ള ബാധ്യത ഞാൻ നിറവേറ്റിയിട്ടില്ലെങ്കിൽ അതിലൂടെ എന്റെ ദുനിയാവും ആഖിറവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന ശക്തമായ ഭീതി നമ്മുടെ കൽവിലുണ്ടാകണം. അതുകൊണ്ട് ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, പ്രിയപ്പെട്ട ഉമ്മയെയും വാപ്പയെയും അവരോടുള്ള ബന്ധം സ്ഥാപിക്കുന്ന രീതിയിൽ സ്ഥാപിച്ച് അവരോടുള്ള ബാധ്യതകൾ നിറവേറ്റി നന്നായി അവർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കണം. അതേ സ്ഥാനത്ത് ഒരു ഉമ്മ മനസ്സ് തുറന്ന് മകന്റെ നന്മക്ക് വേണ്ടി ദുആ ചെയ്താലോ അവന്റെ രക്ഷ ഉറപ്പാണ്, സംശയം വേണ്ട. അല്ലാഹു നമ്മിൽ നിന്ന് ജീവിക്കുന്ന മാതാപിതാക്കൾക്കൊക്കെ ആഫിയത്തോടെ നീ ദീർഘായുസ് നൽകണേ തമ്പുരാനെ. ആ തണലുകൾ ഒരുപാട് കാലം സാധുക്കളായ ഞങ്ങൾക്ക് നീ നീട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങളിൽ ആരുടെയൊക്കെ മാതാക്കളും പിതാക്കളും മരിച്ചുപോയോ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരുടെയൊക്കെ ഖബർ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. ആ മകൻ എപ്പോഴും ദുആ ചെയ്യണം. ഖുർആൻ പഠിപ്പിച്ചല്ലോ ആർക്ക് വേണ്ടി? ഉമ്മക്കും വാപ്പക്കും വേണ്ടി. എന്തേ ദുആ ചെയ്യേണ്ടത്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ചെറുപ്രായത്തിൽ എന്നോട് അവർ ഏതൊക്കെ രീതിയിൽ കൃപ കാണിച്ചു പഠിച്ചവരെ, ഏതൊക്കെ രീതിയിൽ അവർ കാരുണ്യം കാണിച്ചു, അതുപോലെ നീ അവർക്ക് റഹ്മത്ത് ചെയ്യണേ. ഒരു മകന് പ്രാർത്ഥിക്കൽ നിർബന്ധമാണ്. ആ പ്രാർത്ഥന നമ്മൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം. ഖുർആൻ തന്നെ നേരിട്ട് പറഞ്ഞല്ലോ, വലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൽഹറുഹുമാ വഖുൽ ലഹുമാ കരീമാ. ഒരു ഉമ്മയോടും വാപ്പയോടും ചേ എന്ന ഒരു വാക്ക് പറയരുത്, അഥവാ അപമര്യാദയോടൊരു സംസാരം നടത്തരുത്. വലാ തൻഹറുഹുമാ, എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവരോട് കൊരമ്പിയിട്ട് പുരമ്പി പെരുമാറുന്ന അവസ്ഥ ഉണ്ടാകരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ,
അവരോടെപ്പോഴും നല്ല ബഹുമാനത്തോടെയും വളരെ ആദരവോടെയും മാത്രമേ നിങ്ങൾ പെരുമാറാൻ പാടുള്ളൂ. ആ രീതിയിൽ മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ. ഇത് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയ നിർദ്ദേശമാണ്. അത് മുഖവിലക്കെടുക്കാൻ നാം തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധം നിലനിർത്തി, മാതാപിതാക്കളോടുള്ള ബന്ധം നിലനിർത്തി, അതിലൂടെ പുണ്യം നേടുന്ന വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ചുരുക്കി പറയുന്നു. മാതാവിനോടും പിതാവിനോടുള്ള ബഹുമാനമാണ് ഒന്നാമത്തെ ബന്ധമായി നാം കാണേണ്ടത് കുടുംബ ബന്ധങ്ങളിൽ. അതുപോലെ മാതാവും പിതാവും മക്കളോടും അതുപോലെ സ്നേഹവും ബന്ധവും സ്ഥാപിക്കണം. ആ വിഷയത്തിൽ മാതാപിതാക്കളും പിന്നോട്ടാണ്. മാതാവും പിതാവും ഒക്കെ മക്കളോട് ബന്ധം സ്ഥാപിക്കൽ എങ്ങനെയാണ്? ഒരു വലിയ മനുഷ്യൻ ഒരു ചെറിയ ബക്കറ്റ് വെച്ച് വരുന്നുണ്ട്. ബക്കറ്റ് ചെറുതായി പോകണ്ട, കൊടുക്കുന്ന ചെറുതായി പോകണ്ട, ആളെ വണ്ണം നോക്കിയിട്ട് കൊടുത്താൽ മതി. എല്ലാവരും കഴിവിന്റെ പരമാവധി സഹായിക്കണം. അല്ലാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് മക്കളോടും സ്നേഹവും ബന്ധമുണ്ടാകണം. അതെങ്ങനെയാ? എല്ലാ മക്കളെയും ഒരേ കണ്ണോടെ കാണാൻ കഴിയണം. ആരോടെങ്കിലും പ്രത്യേകമായ താല്പര്യം ഉണ്ടെങ്കിൽ അത് മക്കൾക്ക് മുന്നിൽ പ്രകടമാക്കാനും പാടില്ല. നമ്മുടെ സതീക മാതാപിതാക്കളുടെ അവസ്ഥ എന്താ? ഒരു മോൻ ഗൾഫിലും മറ്റേ മോൻ നാട്ടിലും മത്തി കച്ചവടം. എന്നാ ഗൾഫിലെ മോന് ഓനെക്കൊണ്ടുള്ള മധുവൊന്നും പറയേണ്ടി വരില്ല. ഉമ്മാറും ഉപ്പാറും ഇങ്ങനെ കഷായം വെച്ച് കുടിക്കും. നാട്ടിലെ മോനോ, ഓനെല്ലാ ദിവസവും മത്തി തിന്ന് തലയിൽ വെച്ച് ഉള്ള എത്രയോ കിലോമീറ്റർ നടന്ന് അധ്വാനിച്ച് കിട്ടുന്ന 10 റുപ്യ ഉണ്ട്. വൈകുന്നേരം വരുമ്പോ 1 കിലോ പൂളിയും 1/2 കിലോ മത്തിയും കൊണ്ടാവും വരിക. അതാ ഉപ്പി ഉമ്മയും തിന്നിട്ടുണ്ടാകുക. മറ്റേ മോനോ മാസത്തിൽ 3000 ചക്കാച്ച് കൊടുത്തിട്ടുണ്ടാവും. എന്നാ ഈ ചെറിയോൻ അധ്വാനിച്ചു കൊടുത്ത 25 റുപ്യ ഒരിക്കലും കാണാനുണ്ടാവൂല. എന്നിട്ടോ അവസാനം പറയും, എന്റെ ആ മോനാണ് ഗൾഫിലുള്ളതുകൊണ്ട് ഉസ്താദെ ഞാനിങ്ങനെ തട്ടിമുട്ടി അങ്ങ് പോകുന്നു. മറ്റോനോ മരിച്ചതിന് സമാണ്, പറ്റൂല. മക്കളെ മൊത്തത്തിൽ മക്കളാണെന്നുള്ള ഒരൊറ്റ കണ്ണോടെ കാണാൻ കഴിയണം. ചിലപ്പോൾ അല്ലാഹു തആല കൊടുത്ത കഴിവിലും തൗഫീഖിലും വ്യത്യാസം ഉണ്ടാകും. അപ്പൊ കിട്ടുന്ന ഉപകാരത്തിനും ഏറ്റ വ്യത്യാസം ഉണ്ടാകും. ആ ഏറ്റ വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിനും വ്യത്യാസം ഉണ്ടാകും. പക്ഷേ അത് മക്കൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ പാടില്ല. അത് പ്രകടിപ്പിച്ചാൽ അപകടമാണ്. അതാണല്ലോ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ഒരുപാട് മക്കളുടെ കൂട്ടത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സ്നേഹം അല്പം കൂടുതലായിരുന്നു. അങ്ങനെയാണല്ലോ അത് സ്വാഭാവികമായിട്ടുണ്ടാകും. മക്കൾക്കിടയിൽ സ്നേഹത്തിൽ മാതാവിന്റെയും പിതാവിന്റെയും കൽബിൽ വ്യത്യസ്തമായ പരിഗണന ഉണ്ടാകും. പക്ഷെ അത് കാണിക്കാൻ പാടില്ല എന്നാണ് ശറഇന്റെ നിയമം. കാണിച്ചാൽ എന്താ അപകടം? ഇതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാമിനോടുള്ള ആ പ്രത്യേകമായ സ്നേഹം യാക്കൂബ് നബി അലൈഹിസ്സലാമിൽ നിന്ന് പ്രകടമായി പോയപ്പോ ബാക്കിയുള്ള മക്കളൊക്കെ ആ മകനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഒരു വലിയ പൊട്ടം കിടറ്റിലിട്ടില്ലേ. ആ പ്രിയപ്പെട്ട മകനെ കാണാതെ പോയ വേദന കൊണ്ട് കരഞ്ഞ് 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 കരഞ്ഞു യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയില്ലേ. പക്ഷേ പിന്നീട് അല്ലാഹു തആല അതേ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തിരിച്ചു കൊടുക്കുകയും ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖമീസിന്റെ ബർക്കത്ത് കൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചരിത്ര സംഭവത്തിൽ നിന്നെടുത്തുദ്ധരിച്ച് മഹാന്മാര് മാതാപിതാക്കൾക്ക് നൽകുന്ന ഒരു നിർദ്ദേശമാണ്. മക്കളോട് ഉമ്മയുടെയും വാപ്പയുടെയും കൽബിൽ സ്നേഹത്തിൽ ഏറ്റ വ്യത്യാസം ഉണ്ടാകാൻ പ്രകൃതിയാണ്. പക്ഷേ അത് മക്കൾക്ക് മുന്നിൽ വ്യക്തമാക്കി പ്രകടിപ്പിക്കാൻ പാടില്ല. ആ സ്നേഹവും ബന്ധവും മറ്റു മക്കൾ അറിയാതെ മാത്രമേ പ്രദർശിപ്പിക്കാൻ പാടുള്ളൂ. അത് ഉസ്താദുമാര് ശ്രദ്ധിക്കണം. ശിഷ്യന്മാരോടുള്ള ബന്ധത്തിലും എല്ലാ ശിഷ്യന്മാരും ഒരുപോലെ ആയിരിക്കില്ല. ശിഷ്യന്മാരിൽ ഉസ്താദന്മാരോട് സ്നേഹവും ബന്ധവും കൂടുതലുള്ള ശിഷ്യന്മാരുണ്ടാകും. പക്ഷേ ശിഷ്യന്മാർക്കിടയിൽ ഉസ്താദ് ഒരു ശിഷ്യനോട് മാത്രം പ്രത്യേക സ്നേഹവും ബന്ധവും കാണിച്ചാൽ മറ്റു ശിഷ്യന്മാർ ഓട്ടോമാറ്റിക്കായി ഉസ്താദിന്റെ ശത്രുക്കളായി മാറും. എന്നിട്ട് അവസാനം ഇല്ലാത്ത ഫിത്ന ഉണ്ടാക്കി. എന്നിട്ട് ഉസ്താദന്മാർ മനസ്സ് വേദനിക്കുന്നു. ഞാൻ 2 കൊല്ലം ഫതുഹുൽ മുഈൻ ഓതിക്കൊടുത്ത കുട്ടിയല്ലേ, ഞാൻ അലിഫ്യ വായിച്ച് ഓതിക്കൊടുത്ത കുട്ടിയല്ലേ, ആ കുട്ടി ഇപ്പൊ എന്റെ വലിയ ശത്രുവാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ അതേ ഒന്നിച്ചോതി പഠിച്ച ഏതെങ്കിലും മുതഅല്ലിമിനോട് പ്രത്യേകമായ ഒരു സ്നേഹവും ബന്ധവും ഉസ്താദ് കാണിച്ചപ്പോ
അതിൽ നിന്നുണ്ടായ തെറ്റിദ്ധാരണയിൽ നിന്ന് ഉടലെടുത്തിരിക്കുന്ന ശത്രുതയാണ്. മുതഅല്ലിമീങ്ങൾ തിരിച്ചു ഉസ്താദന്മാരോട് നല്ല സ്നേഹമുള്ള കുട്ടികൾ ഉണ്ടാകും, അവരോട് സ്നേഹവും അംഗീകാരവും ഉസ്താദിനുണ്ടാകും. പക്ഷേ മറ്റുള്ളവർക്കിടയിൽ പ്രകടമാകത്തക്ക രീതിയിൽ അത് ആ ശിഷ്യനോട് പ്രത്യേകമായി പരസ്യമായി കാണിക്കരുത്. അത് കാണിക്കുമ്പോൾ മറ്റുള്ളവർ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ശത്രുക്കളായി മാറും. ഇന്ന് പലപ്പോഴും പല മക്കൾക്കും ഉമ്മയോടും പാപ്പയോടും വെറുപ്പുണ്ടാകുന്നതിന്റെ ഒരു കാരണം അതാണ്. ഉസ്താദെ, ഞാനിവിടുന്ന് ഇങ്ങനെ നായി നയിക്കും പോലെ നയിച്ചിട്ട് കിട്ടുന്ന എന്തെന്നാന്ന് വിചാരിച്ചാൽ വാങ്ങിക്കൊണ്ടു കൊടുക്കും. പക്ഷെ അത് ഉപ്പാക്കും ഉമ്മാക്കും വിലയില്ല. ഗൾഫിലുള്ള ഓനെന്തെങ്കിലും 2000 ആക്കുമ്പോഴത്തേക്ക് അതാ ഉപ്പാക്കും ഉമ്മാക്കും വലിയ ആനക്കാരിയോ. ഇങ്ങനെ മക്കളായ ഞങ്ങൾ അവഗണിച്ചാ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, മക്കളെ സ്നേഹിക്കുന്നതിന്റെ മാനദണ്ഡം ഒരിക്കലും പണമാകാൻ പാടില്ല. എന്റെ പള്ളയിൽ നിന്ന് പുറത്തു വന്ന മകനാണെന്ന സ്നേഹമായിരിക്കണം. എന്റെയും എന്റെ ഭാര്യയുടെയും ബീജത്തിൽ നിന്നും അണ്ടത്തിൽ നിന്നും ജനിച്ചതാണ് ഈ മക്കളൊക്കെ എന്ന പരിഗണനയിലായിരിക്കണം അവരെ നാം സ്നേഹിക്കുന്നത്. അപ്പം മാതാവും പിതാവും മക്കളോടും, മക്കൾ മാതാപിതാക്കളോടും നല്ല സ്നേഹത്തിലും ബന്ധത്തിലും ഇടപഴകി ജീവിച്ചു പോകണം. അങ്ങനെ കുടുംബ ബന്ധം. അതുപോലെ ഒരേ ഉമ്മയുടെ നേരെ മക്കൾ ആണും പെണ്ണും ഉണ്ടാകും. അവരാങ്ങള പെങ്ങന്മാരെന്ന ആ നല്ലൊരു സ്നേഹമുണ്ടായിരിക്കണം, നല്ലൊരു ബന്ധമുണ്ടായിരിക്കണം. എന്തെങ്കിലും ഒരു ചില്ലിക്കാശിന് വേണ്ടി അല്ലെങ്കിൽ മരിച്ച ഉമ്മാന്റെ അരിക്കത്തോഹരി വെക്കുമ്പോ ഒരു നേരം മറ്റവനക്ക് ലേശം കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇവൾക്ക് ലേശം കുറച്ച് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടിയിട്ട് കുടുംബ ബന്ധം നശിപ്പിക്കും. കണ്ട കേട്ടോ. ഒട്ടാകെ പണം എന്ന് പറയുന്നത് 2 ദിവസത്തേക്കാണ്, ബന്ധം എന്ന് പറയുന്നത് എന്നേക്കും വേണ്ടതാണ്. അതുകൊണ്ട് ആ കുടുംബ ബന്ധം സ്ഥാപിക്കാൻ നാം എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മുടെ വിജയത്തിന്റെ മാനദണ്ഡമാണ്. എന്നാൽ ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന മറ്റൊരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത്. ഒരു ഭർത്താവിന് ഭാര്യയോടും ഭാര്യക്ക് ഭർത്താവിനോടും ആത്മാർത്ഥമായ സ്നേഹമുണ്ടാകണം, ആത്മാർത്ഥമായ ബന്ധമുണ്ടാകണം. പരസ്പരം അടിമത്തം അടിച്ചേൽപ്പിക്കുന്ന ബന്ധമാകാൻ പാടില്ല. ഒരു ഭാര്യ ഭർത്താവിനോട് എത്രത്തോളം ബാധ്യതപ്പെട്ടവളാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, പടച്ച റബ്ബല്ലാത്ത ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യൽ അനുവദനീയമാകുമായിരുന്നെങ്കിൽ ഞാൻ സ്ത്രീകളോട് അവരുടെ ഭർത്താക്കന്മാരുടെ മുന്നിൽ സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു. സദഖ റസൂലുള്ളാഹി. അല്ലാഹു അല്ലാത്ത ആർക്കെങ്കിലും സുജൂദ് ചെയ്യൽ അനുവദിക്കപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ ആദ്യമായി സുജൂദ് ചെയ്യുക ആരെ കൊണ്ടാണെന്നറിയോ? ഒരു ഭാര്യയെ കൊണ്ട് ഭർത്താവിന്റെ മുന്നിലാണ് ഞാൻ സുജൂദ് ചെയ്യുക. പക്ഷെ അത് ഹറാമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നു, നീ നിന്റെ ഭർത്താവിന് ഒരുപാട് ഖൈർ ചെയ്തു കൊടുത്തു എന്ന് സങ്കല്പിച്ചോ. എന്നാൽ നിന്റെ ഭർത്താവിനോടുള്ള ബാധ്യത നീ തീർത്തവളല്ല. എത്രത്തോളം എന്നറിയുമോ? നിന്റെ ഭർത്താവിന്റെ നാസികദ്വാരം പെഴുത്ത് അതിൽ നിന്ന് രക്തവും ചീഞ്ചലവും, നാറുന്ന രക്തവും ചീഞ്ചലവും പുറത്തോട്ട് വരാൻ തുടങ്ങി. കഴുകിയിട്ടൊന്നും അത് പോകുന്നില്ല. പ്രിയപ്പെട്ട ഭാര്യയാകുന്ന നീ നിന്റെ ഭർത്താവിന്റെ നാസികദ്വാരത്തിൽ നിന്റെ ചുണ്ട് വെച്ചിട്ട് ആ രക്തവും ജലവും ഒക്കെ നീ ഊമ്പിയെടുത്ത് ശുദ്ധിയാക്കി കൊടുത്താലും നിന്റെ ഭർത്താവിനോടുള്ള ബാധ്യത നീ തീർത്തവളല്ല മോളെ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അത്രത്തോളം ഒരു ഭാര്യ ഭർത്താവിനോട് സ്നേഹം പ്രകടിപ്പിക്കണം, ബന്ധം സ്ഥാപിക്കണം, ആ ബാധ്യതകൾ നിറവേറ്റണം. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നിങ്ങളുടെ ഭർത്താവിനോട് എവിടെയാണ് നിങ്ങൾക്ക് സ്നേഹമുള്ളത്? എപ്പോഴെങ്കിലും ഒരു ചില്ലറ കൊണ്ടുതരുമ്പോ അന്നൊരു ചിരി ഉണ്ടാകുമല്ലേ? എപ്പോഴെങ്കിലും ഒരു മാക്സിയോ അല്ലെങ്കിൽ ഒരു സാരിയോ ബ്ലൗസോ കൊണ്ടുതരുമ്പോ അന്ന് ചെറിയ ഒരു കോൾഗേറ്റിന്റെ പരസ്യം പോലത്തെ ഒരു ചിരി ഉണ്ടാവും ഭർത്താവിനോട്. പിറ്റേന്ന് മുതലോ ആ ഭർത്താവിന്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം പറ്റുമ്പോ കൊരങ്ങിന്റെ മാതിരിയുള്ള മുഖമായി പോയില്ലേ? അപകടം പതിയിരിക്കുന്നു, സൂക്ഷിച്ചോ. അങ്ങനെയല്ലേ സഹോദരിമാരും? ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, എനിക്ക് ഒരു ദിവസം അല്ലാഹു തആല നരകത്തെ കാണിച്ചു. ഹബീബായ തങ്ങൾ പറയുക, എനിക്ക് അല്ലാഹു തആല ഒരു ദിവസം നരകം കാണിച്ചു തന്നു. ഞാൻ ആ നരകത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് കാണാൻ സാധിച്ചത് സ്ത്രീകളെയാണെന്ന് ഖാല റസൂലുള്ളാഹി
സ്ത്രീകളെയാണ് എനിക്ക് നരകത്തിൽ കാണാൻ കഴിഞ്ഞത്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ എന്നിട്ട് അതിന് കാരണം പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് പോകാനുള്ള കാരണം നിങ്ങൾക്ക് രണ്ട് ദുസ്വഭാവമുണ്ട്. ഒന്നെന്താ? തുക്സിർനൽ ലഅന വതക്ഫുർനൽ അശീർ. രണ്ട് സ്വഭാവം. ഒന്ന്, ശാപം വർദ്ധിപ്പിക്കുന്നവരാണ്. തൽക്കാലം ഞാൻ വാദ് പറയുന്നത് കഴിഞ്ഞവരെ കോളിച്ചാലുള്ള സ്ത്രീകളെ പറ്റിയല്ല, വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ പറ്റിയാന്ന് വിചാരിച്ചോളി. ഇന്നത്തെ വാദ് കഴിഞ്ഞിട്ട് ഞാൻ പോയ നിങ്ങളെ പറ്റി പറഞ്ഞെന്ന് വിചാരിച്ച വലിയ വിരോധമൊന്നുമില്ല. കാരണം തൽക്കാലം എല്ലാവരും രക്ഷപ്പെടല്ലേ. ബാക്കി ഉസ്താദ് കടത്തിലായി പോകും, ഉസ്താദന്മാരെല്ലാം പിന്നെ പടി പിടിച്ചു, സലാത്ത് വർഷം വെള്ളത്തിലായി പോയാലേ. പൈസന്റെ കാര്യത്തിൽ എന്തായാലും മുമ്പത്തിലാര് തന്നെയാണ് നമ്മുടെ സഹോദരിമാരാണ്. ആണുങ്ങളെ കീശയെന്ന് എന്തെങ്കിലും ഒരു 10 റുപ്യ കളാണ്ടെങ്കിൽ ഇങ്ങനെ പച്ചവാദം പിടിച്ചോണ്ട് കൈ വരും പോലെ അങ്ങനെ വിറച്ചോണ്ടേ കൊടുക്കുന്ന കാര്യത്തിൽ മുമ്പന്തിയിൽ ആരെന്നെ ഉണ്ടാകും നമ്മുടെ സഹോദരിമാർക്ക്. ഏതൊക്കെ ഉസ്താദന്മാർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണമെന്ന് വെച്ചാൽ അത് നമ്മളെ സഹോദരിമാരെന്നെ വേണം. നിങ്ങളുടെ വെറുപ്പ് കൊണ്ട് പറയല്ല, നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി പറയാം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, നിങ്ങൾ നരകത്തിൽ ഏറ്റവും കൂടുതലായി കാണിക്കപ്പെടാനുണ്ടായ കാര്യം രണ്ടെണ്ണം. ഒന്ന്, ശാപത്തെ അധികരിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് നിങ്ങൾക്ക്. ശാപം അധികരിപ്പിക്കുക. ചെറിയ മോന് ഒരു ചെറിയ തലവേദന എന്നോ മുപ്പുറത്തെ കാര്യം, എന്നാൽ എന്തെങ്കിലും ഒരു വികൃതി കളിച്ചാൽ നിന്റെ ഹലാക്കിന്റെ കളിയാണ് ഒന്നാമത്തെ പറച്ചിൽ. ഇല്ലേ? നിന്റെ ഹലാക്കിന്റെ കളിയാണ്. വീട്ടിന്റെ കൊലായൊക്കെ നല്ല വൃത്തിയിൽ ഡെറ്റോളൊക്കെ ഇട്ട് തുടച്ച് പൊടിയൊക്കെ മാറ്റിയൊക്കെ അങ്ങനെ തുടച്ച് വൃത്തിയാക്കി വെച്ചപ്പോ കോഴി കയറിയിട്ടൊന്നും നല്ല മൂപ്പർക്കുണ്ടോ കപ്പൂസ് പോയിട്ട് കാഷ്ടിക്കണം വല്ല മസിലും പഠിച്ച മൂപ്പര് കയറി എടുത്ത് അങ്ങോട്ട് കാഷ്ടിച്ചു. ഇത് കണ്ടപ്പോ തന്നെ എന്റെ ഹലാക്കിന്റെ കൊടുത്തൊരു ശാപം പോയിക്ക്. ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി ദുഷിച്ച ശാപത്തിന്റെ പദങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ദുസ്വഭാവം നിങ്ങളിലുണ്ട്. അത് നിങ്ങൾ നരകത്തിലേക്ക് അധികമായി കടക്കാനുള്ള കാരണമായിരിക്കുന്നു. സദഖ റസൂലുള്ളാഹി. അപ്പൊ ആ ശാപത്തിന്റെ പ്രയോഗം ഒരിക്കലും നമുക്കുണ്ടാകരുത്. ആ ദുസ്വഭാവം നാം ഒഴിവാക്കണം. നീ നശിച്ചു പോട്ടെ, കലാകത്തിൽ പോട്ടെ, അങ്ങനെ ഉണ്ടല്ലോ. ഈ രീതിയിലുള്ള ശാപവാക്കുകൾ ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ നാവിന്ന് വരാൻ പാടില്ല. രണ്ടാമത്തെ നിങ്ങളുടെ സ്വഭാവം എന്താണ്? ഭർത്താക്കന്മാരെ നിഷേധിക്കുന്നവരാണ്. ഈ ഹദീസ്, ഈ വാക്കിന് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ രണ്ടർത്ഥം കൊടുത്തത് കാണാം. ഭർത്താക്കന്മാരെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഒരർത്ഥം സ്വന്തം ഭർത്താവിനെ പറ്റി എന്റെ ഭർത്താവല്ല എന്ന് പറയുക. കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു കോളേജ് കുമാരി ഒരു കോളേജ് കുമാരനുമായിട്ടൊരു ബന്ധമുണ്ടായി. ഉമ്മയൊപ്പിയൊന്നും അറിയില്ല. അങ്ങനെ ഇവക്ക് എപ്പോഴും ഓനിക്ക് എപ്പോ ഇവളിൽ നിന്ന് ഇങ്ങനെ വിചാരിച്ച് നടക്കുക. അതിന്റെ ഇടയിൽ ഉപ്പ ഉമ്മയും വേറെ പുതിയാപ്പിള്ളെ കണ്ടു വരികയാണ്. അങ്ങനെ സംഭവിച്ചുക്ക വാങ്ങത്തുക്കാന്നും പറഞ്ഞ് കെട്ടിച്ചങ്ങ് വിട്ടു. പക്ഷേ 36 കൽവിൽ ജീവിക്കുന്ന പുതിയാപ്പിളേതാ നേരത്തെ ഒന്ന് കണക്കൂട്ടിയൊന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ആ ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയി. രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കുന്നു. ആ ജഡ്ജിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇത് നിന്റെ ഭർത്താവല്ലേ എന്ന് ചോദിക്കുമ്പോ ജഡ്ജിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വന്തം ഭർത്താവിനെ പറ്റി ഭാര്യ പറയുന്നു, എന്റെ ഭർത്താവല്ല. സ്വന്തം ഭർത്താവിനെ പറ്റി ഭർത്താവല്ലെന്ന് പറയുന്ന നിഷേധത്തിന്റെ വാക്യം നരകത്തിലേക്കുള്ള പോക്കിന്റെ കാരണമാണ്. രണ്ടാമത്തത് തക്ഫുർനൽ അശീർ, ഭർത്താക്കന്മാര് ചെയ്തു തന്ന ഉപകാരത്തെ നിഷേധിക്കുന്നവരാണ്. ഭർത്താവിൽ നിന്ന് ലഭിച്ച ഉപകാരത്തെ നിഷേധിക്കുക. ഉദാഹരണത്തിന്, ഇന്ന് വേദനം കഴിഞ്ഞ് പോയി കടന്നുറങ്ങുമ്പോ ഭാര്യക്ക് വേണ്ടുന്ന എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്ന ഉസ്താദ് പറയും, നിങ്ങൾ കേട്ടിട്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഇട്ട ഈ കുപ്പായ എത്ര കൊല്ലായി ഇത് വാങ്ങി തന്നിട്ടുണ്ട്, നാളെ വരുമ്പോൾ നല്ലൊരു മാക്സി കൊണ്ട് തരണേനാ. അങ്ങനെ ഈ സാധു അങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോൾ മുരിയാറുള്ള ശാപം തേച്ചിട്ട് ഹലാക്കിന്റെ മുരിയാർ എന്തിനായി പിന്നെ വന്ന് വേദ പറഞ്ഞു വിട്ടത്. നാളെ ഇപ്പൊ ചെലവാക്കണമല്ലോ 150 ഇങ്ങനെ ഇടങ്ങാറൊക്കെ വിചാരിച്ച് പിറ്റേന്ന് രാവിലെ പോയി ഇങ്ങനെ അങ്ങാടിയിലൊക്കെ തെണ്ടി തിരിഞ്ഞുള്ള അതാപുള്ള എല്ലാ ത്യാഗവും സഹിച്ച് പണിയെടുത്ത് തിരിച്ചു വരവും കിട്ടി 200 റുപ്യയിൽ ബസ് കയറാൻ നോക്കുമ്പോൾ ഓർമ്മ വന്ന പടച്ചോനെ പെണ്ണുങ്ങളൊരു ഒരു ഡ്രസ്സിന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ അങ്ങനെ വേഗം ഒന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി കൂടി അടുത്ത ഷാപ്പിൽ കയറിയിട്ടൊരു നൈറ്റി വാങ്ങി ഒരു മാക്സി വാങ്ങി കയ്യിൽ പിടിച്ചു. പുരയിലെത്തുമ്പോ നമ്മുടെ സഹോദരിമാരുടെ കണ്ണ് കുറുക്കൻ ചത്താനും കണ്ട് കോഴിക്കുട്ടിൽ എന്ന് പറഞ്ഞ മാതിരി 36 കണ്ണ് തേച്ച് ഇങ്ങനെ ഭർത്താവിന്റെ കൈമല കെട്ട് കാണുന്നുണ്ടോ ഇല്ലേ, കെട്ട് കണ്ടാ ഒരു ചെറിയ ആശ്വാസം. വന്ന് കയറിയ ഉടൻ ഒരു ഭാര്യ ഭർത്താവിനോട് ചെയ്യുന്ന മര്യാദ എന്താ? സയ്യിദത്തുനാ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയൊക്കെ തന്റെ ഭർത്താവാകുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് സലാം പറഞ്ഞ് കയറ്റി റൂമിൽ കൊണ്ടുപോയി ഇരുത്തും. എന്നിട്ട്
കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുത്ത് ആശ്വാസത്തിന്റെ 2 വാക്ക് പറഞ്ഞിട്ട് വേറെ വിഷയം പിന്നെ ചർച്ചക്ക് ഉണ്ടാവുള്ളൂ. അതാണ് ഒരു ഭാര്യ ഭർത്താവിനോട് കാണിക്കേണ്ട മര്യാദ. ഇതാവൊന്നും ഉണ്ടാവില്ല. ഏരിയ പാട് എങ്ങനെയെങ്കിലും ആ കെട്ടിങ് പിടിച്ചേറ്റി അന്ന് പൊളിച്ചിങ്ങനെ നോക്കാം. വലിയ ഹാപ്പിയിലാ പൊളിക്കുന്നുണ്ടാകാം. നോക്കുമ്പോ ഇതിന്റെ കളറ് ലേശം മങ്ങി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. മുഖത്തൊക്കെ ഒരു കളർ മാറി. മാക്സിന്റെ കളർ ലേശം മങ്ങിയതിന് 36 കളർ വന്നങ്ങ് മങ്ങി. എന്നിട്ട് അതോടെ പറ്റിയില്ലേ? എന്ത് പറ്റാ നിങ്ങളെ മുസീബത്ത് ഖിയാമത്ത് വരെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒല്ലാന്നൊന്നും കിട്ടൂല. ഇതുവരെ നിങ്ങൾക്ക് ഒരു മര്യാദക്കുള്ളത് കൊണ്ടു തരാൻ കഴിഞ്ഞോന്നാ. അതിന്റെ നേരെ മുമ്പത്തെ ആഴ്ച കല്യാണത്തിന് പോകാൻ തിളങ്ങുന്ന സാരി ഒക്കെ കൊണ്ടുകൊടുത്തിട്ടുണ്ടാവും അല്ലേ? പക്ഷേ ഒരൊറ്റ ഡ്രസ് അങ്ങോട്ട് മോശമായപ്പോ അതുവരെ ആ വിഷയത്തിൽ ചെയ്തു കൊടുത്ത മുഴുവൻ ഉപകാരത്തെയും ഒറ്റയടിക്കങ്ങ് നിഷേധിച്ച് കളഞ്ഞു. ഭർത്താക്കന്മാര് ചെയ്തു തന്ന ഉപകാരത്തോട് നിഷേധാത്മകമായ സമീപനം അംഗീകരിക്കുന്ന ശൈലി അത് നിങ്ങളുടെ നരകത്തിലേക്കുള്ള പോക്കിന്റെ സബബാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഭർത്താവിനോട് എപ്പോഴും നന്ദിയുള്ള മനസ്സാണ്. ഭർത്താവ് ചെയ്തു തന്ന ഉപകാരത്തിന് എപ്പോഴും നന്ദി വേണം. ആ ഭർത്താവിനോട് ഞാൻ കടപ്പെട്ടവളാണെന്നുള്ള ബോധം വേണം. എന്നാൽ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ഭർത്താവ് ഭാര്യ അടിമയാണെന്ന് ചിത്രീകരിച്ചു പോകരുത്. ആ ഭാര്യയോട് നീ നല്ല സ്നേഹത്തോടെ പെരുമാറണം. ആ ഭാര്യയോട് നീ ഒരിക്കലും പീഡനത്തിന്റെ ഭാഷയിൽ സംസാരിക്കരുത്. ആ ഭാര്യയെ നീ അകാരണമായി മർദ്ദിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യരുത്. അവർക്ക് ആവശ്യമായിരിക്കുന്ന വസ്ത്രവും ഭക്ഷണവും നീ കൃത്യമായി നൽകണം. എന്തിനേറെ എന്ന് ചോദിച്ചാൽ നിന്റെ സ്വന്തം മകന് മുലപ്പാല് കൊടുക്കാനുള്ള ആധികാരികമായ ബാധ്യത പോലും നിന്റെ ഭാര്യക്കല്ല ഭർത്താവാകുന്ന നിനക്കാണ്. അഥവാ ആ കുട്ടിക്ക് മുലപ്പാല് കൊടുക്കുന്നതിന് വേണ്ടി നിന്റെ ഭാര്യ നിന്നിൽ നിന്ന് കൂലി ആവശ്യപ്പെട്ടാൽ ഉപ്പയാകുന്ന നീ ആ ഭാര്യക്ക് കൂലി കൊടുത്തെങ്കിലും ആ കുട്ടിക്ക് മുല കൊടുപ്പിച്ചിരിക്കണം. അത് നിന്റെ കർത്തവ്യത്തിൽപ്പെട്ടതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിക ശരീഅത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഒരു ഭാര്യയോട് എപ്പോഴും നല്ല സമീപനം, അവളോട് എപ്പോഴും സ്നേഹത്തോടെ പെരുമാറുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഉപകാരം പരസ്പരം മനസ്സ് തൃപ്തിപ്പെട്ടുകൊണ്ടാകുക. നമ്മളങ്ങനെയല്ല. നമ്മളിപ്പം ഒരേ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിമയാ. രാവിലെ എണീച്ചു ബ്രഷ് ചെയ്തിങ്ങനെ വരുമ്പോഴേക്ക് നല്ല ഉഗ്രൻ ചായ മധുരട്ടിട്ട് ഇങ്ങനെ ടേബിൾ വരെ എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് അന്നത്തെ ദിവസം പുരയിലും ബദ്റും ഉഹുദും ഖന്തഖൊക്കെ ഒന്നായിട്ടാണ് ഉണ്ടാകുക അല്ലേ? ചിലപ്പോ ഓഫീസിൽ വല്ല ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന ഭർത്താവാണെങ്കിലോ കുളിച്ചിങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഡ്രസ്സൊക്കെ ഇസ്തിരിയിട്ട് പൂട്ടി വെച്ചിട്ടില്ലെങ്കിൽ കൊടുക്കും വിസ്മയും കൂട്ടി മോന്ത കിട്ടുന്നുണ്ട് അല്ലേ? എന്താ ഒരേ ആ കൈയുടെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും. നീ ഒരിക്കലും നിനക്ക് ഭാര്യ ചെയ്തു തരേണ്ടിയിരിക്കുന്ന ഉപകാരം അവകാശമായിട്ട് കാണരുത്, നിന്റെ അധികാരമായിട്ട് കാണരുത്. നിന്റെ ഭാര്യയുടെ ഔദാര്യമായിട്ട് മാത്രമേ നീ കാണാൻ പാടുള്ളൂ. നീ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു കൊടുക്കണം. ഹബീബായ തങ്ങളും അവിടുത്തെ പത്നിമാരും തമ്മിലുള്ള ബന്ധം ആ രീതിയിലായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഞാൻ റസൂലുള്ളാഹിക്ക് തങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. എന്നാ പലപ്പോഴും ഹബീബായ തങ്ങൾ എനിക്ക് കുളിക്കാനുള്ള വെള്ളം തങ്ങളും ഒഴിച്ചു തരാറുണ്ട്. ആലോചിച്ചു നോക്കാര്, ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വന്തം ഭാര്യക്ക് കുളിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. ഏത് മതത്തിലാണോ ഇത്രയും നല്ല സുന്ദരമായ ഒരു ബന്ധം കാണുക? പക്ഷേ നമ്മുടെ മോശത്തരം ആ ബന്ധങ്ങളൊക്കെ ശിഥിലമാക്കിയിരിക്കുകയാണ്. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പരസ്പരം സ്നേഹത്തിലും ആദരവിലും ബഹുമാനത്തിലും ജീവിക്കണം. ആ നല്ല ബന്ധം എപ്പോഴും നല്ല രീതിയിൽ സ്ഥാപിക്കണം. അങ്ങനെ ഭാര്യയും ഭർത്താവും സന്തോഷത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ അവരുടെ മക്കളും അതേ രീതിയിൽ തന്നെ സന്തോഷത്തോടെ വളരും. അവരങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയ കോമാണെങ്കിൽ ഈ മക്കളും അതുപോലെ തന്നെ വളർന്നു വരും. ഉപ്പുമ്മാനെ ചീത്ത പറയും, നല്ല നിഘണ്ടൂരില്ലാത്ത ഒന്നാം തരം മലയാളം എടുത്തിട്ട് നായ പ്ലസ് മോളെ ഈക്വൽ ഇന്റെ മോളെ എന്ന് പറയുന്നത് ഉണ്ടാവും. ഉപ്പ ഭർത്താവ് ഭാര്യ ചീത്ത പറയാ. എന്നിട്ട് ഇങ്ങനെ കേൾക്ക് ആര് LKG പോകുന്ന കുട്ടി, ഓൻ രാവിലെ ഇസ്ലാമിക് നഴ്സറി എന്ന് പറഞ്ഞാ പോവുക. ആ സ്കൂളിൽ ആ കുട്ടി പഠിക്കുന്ന ക്ലാസ്സിൽ 30 കുട്ടികൾ വേറുണ്ടെങ്കിൽ ഈ ഒരൊറ്റ കുട്ടി മതി അതിനെ തേച്ചു അലാക്കാക്കാൻ. കാരണം ഇവള് ദേഷ്യം കുടിക്കുമ്പോ നേരെ കുടിക്കുക അടുത്ത കുട്ടീനെ ഇതേ വാക്ക്, എന്ത് നായ പ്ലസ് ഈക്വൽ മോളെ ഇന്റെ മോളെ എന്ന് പറയുന്ന ആ ശൈലി അല്ലേ? എന്നിട്ടോ ടീച്ചർ ഇങ്ങനെ മൂക്കത്ത് വെച്ചിങ്ങനെ നോക്കുക, ആ കുട്ടി ഇത്ര പോകുന്നൊരു കുട്ടി വിളിച്ച വാക്ക് കണ്ടില്ല പഠിച്ചോ, എവിടുന്നാ വന്നത്? സ്വന്തം ഉപ്പ ചീത്ത പറയുന്ന രാവിലെ വെറുതെ കേട്ടിരിക്കുക കുട്ടി.
ഉമ്മയും വാപ്പയും തമ്മിൽ നല്ല സ്നേഹത്തോടെ പെരുമാറണം. കുട്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തയുടെ പ്രയോഗങ്ങൾ ഉണ്ടാകരുത്. അതിന് നല്ല സംസ്കാരത്തോടെ വളരാൻ നമുക്ക് സാധിക്കണം. അപ്പം മാതാവും പിതാവും മക്കളും സഹോദരി സഹോദരന്മാരും ഭാര്യയും ഭർത്താവും മൊത്തം കുടുംബങ്ങൾ അവരെപ്പോഴും നല്ല സ്നേഹത്തിലും ബന്ധത്തിലുമായി അങ്ങനെ ജീവിച്ചു പോകണം. ആ ബന്ധം അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ബർക്കത്താണ് എന്ന് മാത്രമല്ല, ആ ബന്ധം സ്ഥാപിച്ച് ജീവിക്കുന്നവനെ പടച്ചുറപ്പ് ദുനിയാവിലും ആഖിറത്തിലും ഒരു വിഷയത്തിലും വഷളാക്കില്ല എന്നുള്ളത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സത്യമാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ കുടുംബ ബന്ധം അത് സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകണം. എന്തെങ്കിലും ഒരു തുച്ഛമായ പ്രശ്നത്തിനു വേണ്ടി പരസ്പരം തമ്മിലടിച്ച് ഭിന്നിക്കണ്ട കേട്ടോ. ഇനി ഇതൊക്കെ കേട്ടിട്ട് ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ പുറത്തോട്ട് തള്ളി നശിപ്പിക്കണ്ട. ആരെങ്കിലും ആ രീതിയിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ, ഞാനിതുവരെ കേട്ടത് റബ്ബിന്റെ ദീനാണ്, ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഹക്കാണ്, അതേ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങളും നിബന്ധനകളുമാണ്. ഞാൻ ഈ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ ഞാൻ ഇന്ന കുടുംബക്കാരും ഒക്കെ ആയി പിണക്കത്തിലായി പോയല്ലോ. ഈ പിണക്കത്തോടെ ഞാൻ അങ്ങ് മരിച്ചു പോയാൽ എന്റെ ആഖിറം എനിക്ക് നഷ്ടമായി പോകും. അതുകൊണ്ട് പറ്റില്ല. നന്നാകണമെന്ന ശക്തമായ ആഗ്രഹം നമ്മുടെ കൽബിൽ കടന്നു വരട്ടെ. എന്നിട്ട് വളരെ പെട്ടെന്ന് പിണങ്ങിയവരുമായി നന്നായി നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ട് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷേ ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ, അതൊക്കെ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിക്കണമെങ്കിൽ, ബന്ധങ്ങളെ പറ്റിയും ബാധ്യതകളെ പറ്റിയുമുള്ള യഥാർത്ഥ ബോധവും അതർപ്പിക്കണമെന്ന ചിന്തയും നമുക്കുണ്ടാകണമെങ്കിൽ, അതിനെല്ലാം നമ്മുടെ ഖൽബ് ശുദ്ധിയായി കിട്ടണം. കിബറുള്ള മനസ്സിന് ഒരിക്കലും അത് ചിന്തിക്കാൻ കഴിയൂല. ഹസദുള്ള മനസ്സിന് ഒരിക്കലും ആ സത്യം ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ രീതിയിലുള്ള ദുഷിച്ച ചിന്തയുള്ള മനസ്സിന് ഒരിക്കലും ഈ രീതിയിലുള്ള ഒരു ഓർമ്മ കടന്നു വരില്ല. അതുകൊണ്ട് നമ്മുടെ കൽബ് നന്നാക്കിയെടുക്കണം. ആ കൽബ് നന്നായാൽ തഖ്വയുള്ള കൽബാകും, താഴ്മയുള്ള കൽബാകും. അപ്പം വിഷയങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ടാകും. എല്ലാവരോടും നല്ല ബന്ധത്തിൽ സ്ഥാപിക്കണം. ആ കൂട്ടത്തിൽ ഒരു കാര്യവും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. നമ്മളൊക്കെ വിശ്വാസികളാണ്. ആ വിശ്വാസികൾ പരസ്പരമുള്ളൊരു സ്നേഹബന്ധമുണ്ട്. ആ ബന്ധം വളരെ വിലപ്പെട്ടതാണ്. ആ ബന്ധവും സ്ഥാപിക്കാനും അവരോടുള്ള ബാധ്യതകൾ തീർക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചല്ലോ, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ യസുദ്ദു ബഅദുഹു ബഅദാ. ഒരു മുഅ്മിനായ മനുഷ്യനും മറ്റൊരു മുഅ്മിനായ മനുഷ്യനും പരസ്പരമുള്ള ബന്ധം അത് ഒരു ബിൽഡിങ്ങിന്റെ ബന്ധം പോലെയാണ്. ആ ബിൽഡിങ്ങിന്റെ ചുമര് പഠിക്കാൻ വേണ്ടി വെച്ച ഒരു കല്ല് അടുത്ത കല്ലിന് ശക്തി പകരുന്നത് പോലെ, അതിന്റെ ഒരു ചുമര് അടുത്ത ചുമരിന് ശക്തി പകരുന്നത് പോലെ പരസ്പരം ശക്തി പകർന്ന് സഹായിക്കേണ്ടവരാണ്, സഹകരിക്കേണ്ടവരാണ്. കുറ്റം പറയേണ്ടവരല്ല, തമ്മിലടിക്കേണ്ടവരല്ല, ഭിന്നിക്കേണ്ടവരല്ല, അകലേണ്ടവരല്ല, അടുക്കേണ്ടവരാണ്, സ്നേഹിക്കേണ്ടവരാണ്, ഒന്നിക്കേണ്ടവരാണ്. ആ രീതിയിലുള്ള നല്ല ഈമാനികമായ ബന്ധം സ്ഥാപിക്കാൻ കഴിയണം. അതിനൊക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ കൽബ് നല്ല ക്ലിയറായ കൽബാകണം. ആരോടും വെറുപ്പില്ലാത്ത, ആരോടും വിദ്വേഷമില്ലാത്ത, ആരെപ്പറ്റിയും ദുഷിച്ചത് ചിന്തിക്കാത്ത, എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റിയ നല്ല താഴ്മയുള്ള കൽബാകണം. ആ കൽബിന്റെ ഉടമക്ക് മാത്രമേ ഈ നല്ല ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മുടെ മനസ്സ് മലീമസമായി പോയി, നമ്മുടെ കൽബ് കക്കൂസായി പോയി.
ഈ കറപുരണ്ട കൽബ് ശുദ്ധിയാക്കണ്ടേ. അതിനു വേണ്ടിയാണ് മോനെ സ്വലാത്തിന്റെ മജ്ലിസ്, അതിനു വേണ്ടിയാണ് ദിക്റിന്റെ മജ്ലിസ്, അതിനു വേണ്ടിയാണ് പ്രാർത്ഥനയുടെ സദസ്സ്. അതേ, ഒരുപാട് തെറ്റുകൾ ചെയ്ത് കറുത്ത് കറുകട്ടിയായ കൽബുണ്ടല്ലോ, ആ കൽബിന്റെ കറകൾ കഴുകി ശുദ്ധിയാക്കാൻ നമുക്ക് പ്രാർത്ഥനയാണ് ആവശ്യം, നമുക്ക് ദിക്റാണ് ആവശ്യം, നമുക്ക് സ്വലാത്താണ് ആവശ്യം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്ലിസുകൾ അത് നഷ്ടപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി ഏറ്റെടുത്ത് അതിലൂടെ പുണ്യം നേടാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മുടെ കൽബ് ശുദ്ധിയാക്കണം. ആ കൽബ് ശുദ്ധിയാക്കിയവനോ അവൻ സ്വർഗത്തിൽ തന്നെ. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചില്ലേ, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു. അറിയണം മോനെ, നിന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായി കഴിഞ്ഞാൽ നീ മുഴുവനും നന്നായി കഴിഞ്ഞു, അത് മോശമായാൽ നീ മുഴുവനും മോശമായി. ഏതാണ് ആ ഭാഗമെന്നറിയുമോ? അലാ വഹിയൽ ഖൽബ്. അറിയണം, അത് നിന്റെ മനസ്സാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മനസ്സ് നന്നായി കിട്ടണം. ആരെ പറ്റിയും മോശപ്പെട്ടത് ചിന്തിക്കാത്ത, ഞാനൊരു മോശക്കാരൻ, എനിക്കൊന്ന് നന്നായി കിട്ടണം, ഞാനൊന്ന് നന്നായി കിട്ടണം, ഈ ചിന്തയാണ് നമ്മുടെ കൽബിൽ ഉണ്ടാകേണ്ടത്. ആ കൽബ് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. അങ്ങനത്തെ ഒരു ഹൃദയശുദ്ധി നമുക്കുണ്ടെങ്കിലോ ചിലപ്പോ അമല് കുറഞ്ഞാലും സലാമത്തുറപ്പാണ്. ഞാൻ ബർക്കത്തിനു വേണ്ടി ഒരൊറ്റ സംഭവം ഓർമ്മപ്പെടുത്തി എന്റെ പ്രസംഗം നിർത്തട്ടെ. മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബാക്കളും പരിശുദ്ധമായ നിസ്കാരത്തിന്റെ ബാങ്ക് മുഴങ്ങിയപ്പോ മസ്ജിദുൻ നബവിയിൽ ജമാഅത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. അതാ പെട്ടെന്ന് ഹബീബായ തങ്ങൾ സ്വഹാബത്തിനെ കൊള്ള തിരിഞ്ഞുകൊണ്ട് പറയുന്നു, ഇലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ നിങ്ങളിലേക്ക് കടന്നു വരുന്നു. മഹാന്മാരായ സ്വഹാബത്ത് കണ്ണും നട്ടിരിക്കുന്നു. ആരാണ് ആ വരുന്ന ഭാഗ്യശാലി? അതാ വരുന്നു ഒരു മധ്യവയസ്കനായ സ്വഹാബി വര്യൻ. പതുക്കെ താഴ്മയോടെ നടന്നു വന്ന് മസ്ജിദുൻ നബവിയുടെ പുറത്ത് തന്റെ പഴയ ചെരുപ്പൊന്ന് അഴിച്ചു വെച്ച് സാവധാനത്തിൽ പള്ളിയിൽ കയറി ചിട്ടയോടെ സുന്നത്ത് നിസ്കരിച്ച് അതാ സ്വഹാബത്തിന്റെ മധ്യത്തിലിരിക്കുന്നു. ഇഖാമത്ത് മുഴങ്ങി, ജമാഅത്തായി നിസ്കരിച്ചു, ദിക്റും ദുആവും ഒക്കെ കഴിഞ്ഞു. ശേഷമുള്ള സുന്നത്ത് നിസ്കാരവും നിർവഹിച്ച് എല്ലാവരും അവരുടെ വഴിയെ അങ്ങിറങ്ങിപ്പോയി. ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസവും അതേ നിസ്കാരത്തിന് ബാങ്ക് മുഴങ്ങിയിട്ടുണ്ട്. ഹബീബായ തങ്ങളും സ്വഹാബത്തും മസ്ജിദുൻ നബവിയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. പെട്ടെന്ന് റസൂലുള്ളാഹി രണ്ടാമത്തെ ദിവസവും പറയുന്നു, ഇലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. സ്വർഗാവകാശിയായ ഒരു മനുഷ്യനിതാ കടന്നു വരുന്നു. അന്നത്തെ ദിവസവും വരുന്നു ഈ മനുഷ്യൻ തന്നെ. അന്നത്തെ ദിവസവും കഴിഞ്ഞു. മൂന്നാമത്തെ ദിവസവും അതേ നിസ്കാരത്തിനു വേണ്ടി ഒരുമിച്ച് കൂടിയ അതേ ടൈമിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. സ്വർഗാവകാശിയായ ഒരു മനുഷ്യനിതാ വരുന്നു. മൂന്നാമത്തെ ദിവസവും കടന്നു വരുന്നു ഈ മധ്യവയസ്കനായ സ്വഹാബി തന്നെ. സ്വഹാബാക്കളെ ഓർപ്പിച്ചു, അദ്ദേഹം വലിയൊരു മഹാഭാഗ്യവാൻ. അൽഹംദുലില്ലാഹ്, സ്വർഗാവകാശി തന്നെ. പക്ഷേ കൂട്ടത്തിൽ കൂടിയ സ്വഹാബാക്കളിൽ പ്രഗൽഭൻ മഹാനായ മുത്തബിഉസ് സുന്ന സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ആലോചിക്കുന്നു, അദ്ദേഹം സ്വർഗത്തിലാണെന്ന് ഏതായാലും ഉറപ്പായി. അത് കേട്ട് സന്തോഷിച്ചാൽ മാത്രം പോരല്ലോ, അദ്ദേഹത്തെ പറ്റി അങ്ങനെ റസൂലുള്ള പറയാനുള്ള പ്രത്യേകമായ കാരണം എന്താണെന്ന് കണ്ടെത്തി അത് സാധുവായ എനിക്ക് എന്റെ ജീവിതത്തിൽ പകർത്തി ഈ വിനീതനായ അബ്ദുള്ളയും ആ സ്വർഗാവകാശികളിൽ പെടണ്ടേ.
അതുകൊണ്ട് അതൊന്ന് കണ്ടെത്തണം. മൂന്നാമത്തെ ദിവസം നിസ്കാരം കഴിഞ്ഞു ഈ മധ്യവയസ്കനായ സ്വഹാബി വര്യനങ്ങ് ഇറങ്ങിപ്പോകുമ്പോ പിന്നാലെ പോകുന്നു അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അടുത്ത് ചെന്ന് അസ്സലാമു അലൈക്കും സലാം പറയുന്നു. ആ മഹാനവറുകൾ സലാം മടക്കുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനവറുകളെ, ഞാനൊരു 3 ദിവസം നിങ്ങളോടൊന്നിച്ച് നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി കഴിഞ്ഞുകൂടാൻ ആഗ്രഹിക്കുന്നു, സമ്മതിക്കുമോ? ആ മഹാൻ സമ്മതം കൊടുത്തു. ഞാൻ ചുരുക്കി പറയട്ടെ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒന്നാമത്തെ ദിവസം അന്നത്തെ രാത്രിയിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് കിടന്നുറങ്ങുന്നു. അർദ്ധരാത്രിക്ക് ശേഷം വിനീതനായ ഞാൻ എഴുന്നേറ്റ് എന്റെ പതിവ് പോലെയുള്ള ഇബാദത്ത് നിർവഹിക്കുന്നു. ഞാൻ എന്റെ തഹജ്ജുദ് നിസ്കാരവും എന്റെ മറ്റു ദിക്റും സ്വലാത്തും മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നു. റസൂലുള്ള സ്വർഗാവകാശി എന്ന് പറഞ്ഞ മനുഷ്യനോ അതാ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നു. സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ അല്പം മുമ്പൊന്നങ്ങ് എഴുന്നേറ്റു. എന്നിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് എന്തൊക്കെയോ അദ്ദേഹത്തിന് ഇബാദത്തും ചെയ്ത് നിസ്കാരം കഴിഞ്ഞു ദിക്റും ദുആവും പതിവിലുള്ള ഇബാദത്ത് കഴിഞ്ഞ് എല്ലാവരും അങ്ങ് പോയി. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതല്ലേ, അതുകൊണ്ട് എനിക്ക് അതിന്റെ പ്രത്യേകത കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഇനി നേരിട്ട് ചോദിച്ച് പഠിക്കലല്ലാതെ നിർവാഹമില്ല. മൂന്നാമത്തെ ദിവസം ഞാൻ ആ മഹാനുഭാവന്റെ അടുത്ത് നിന്ന് ചോദിച്ചു, മഹാനവറുകളെ, 3 ദിവസം ഞാൻ നിങ്ങളോടൊന്നിച്ച് അതിഥിയായി കഴിഞ്ഞുകൂടിയല്ലോ, അതെന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആ മഹാൻ പറഞ്ഞു, ഇല്ല. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മറ്റൊന്നുമല്ല, ഈ കഴിഞ്ഞ 3 ദിവസത്തിന്റെ നേരെ മുമ്പുള്ള 3 ദിവസം ഒരേ നിസ്കാരത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോ തുടർച്ചയായി അല്ലാഹുവിന്റെ റസൂൽ 3 ദിവസവും ഒരു പ്രവചനം നടത്തി. ഇലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ നിങ്ങളിലേക്ക് വരുന്നു എന്നതായിരുന്നു ആ പ്രവചനം. അതിന്റെ ശേഷം 3 ദിവസവും കടന്നു വന്നത് നിങ്ങൾ തന്നെ. അതുകൊണ്ട് നിങ്ങൾ സ്വർഗാവകാശിയാണെന്ന് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളിലുള്ള ആ പ്രത്യേകത എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് വിനീതനായ ഞാൻ 3 ദിവസം നിങ്ങളോടൊന്നിച്ച് അതിഥിയായി കഴിഞ്ഞുകൂടിയത്. പക്ഷേ എനിക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് സാധുവായ അബ്ദുള്ള, അങ്ങയോട് വളരെ താഴ്മയോട് അപേക്ഷിക്കുന്നു, ആ പ്രത്യേകത എന്താണെന്ന് ഈ സാധുവായ അബ്ദുള്ളക്കൊന്ന് പറഞ്ഞു തരണം. ആ നല്ലൊരു സ്വഭാവം എന്റെ ജീവിതത്തിൽ ഞാനും പകർത്തി ഈ വിനീതനായ അബ്ദുള്ളയും ഒന്ന് സ്വർഗാവകാശികളിൽ പെടട്ടെ. ആ മധ്യവയസ്കനായ സ്വഹാബി വര്യന്റെ കണ്ണിൽ വെള്ളം നിറയുന്നു. മഹാൻ പറയുന്നു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവരെ, സാധുവായി എനിക്ക് നിങ്ങളെപ്പോലെ കുറെ ഇബാദത്തിന്റെ കണക്ക് പറയാനില്ല, കുറെ ഇൽമിന്റെ കണക്ക് പറയാനില്ല. എന്നെ പറ്റി ഹബീബായ തങ്ങൾ അങ്ങനെ പറഞ്ഞു കിട്ടിയെങ്കിൽ അൽഹംദുലില്ലാഹ്. എനിക്കൊരു വലിയ പ്രത്യേകമായ അമലൊന്നും എടുത്തു പറയാനില്ല. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സമ്മതിക്കുന്നില്ല. പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു, മഹാനവറുകളെ, ആ പ്രത്യേകമായ ഒരു സ്വഭാവം നിങ്ങളിൽ എന്താണുള്ളതെന്ന് വിനീതനായി എനിക്കൊന്ന് പറഞ്ഞു തരണം. ആ സമയത്ത് ഈ മധ്യവയസ്കനായ സ്വഹാബി വര്യൻ കുലുങ്ങി കുലുങ്ങി പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു, ഓ അബ്ദുല്ലാഹ്, സാധുവായി എനിക്ക് കുറെ ഇൽമിന്റെയോ കുറെ വലിയ അമലിന്റെയോ ഒന്നും കണക്ക് പറയാനില്ല. ഞാൻ പറഞ്ഞത് ഹഖാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനോട് പറഞ്ഞു തരട്ടെ. സാധുവായ ഞാൻ ഓർമ്മ വെച്ച അന്ന് മുതൽ സൂക്ഷിച്ചൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അത് മറ്റൊന്നുമല്ല,
എനിക്ക് ഓർമ്മ വെച്ച അന്ന് മുതൽ ഇന്ന് വരെ സാധുവായ എന്റെ ഖൽബിൽ ഒരു മുഅ്മിനായ മനുഷ്യനെ പറ്റി ഒരു മോശപ്പെട്ട ചിന്ത കടന്നു വരാൻ എന്റെ മനസ്സിന് ഞാൻ അനുവാദം കൊടുത്തിട്ടില്ല, അതിനൊരു സന്ദർഭം കൊടുത്തിട്ടില്ല. ഇതൊന്ന് കേൾക്കേണ്ട താമസം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുന്നു, മതി മതി, എനിക്കനി മറ്റൊന്ന് കേൾക്കണ്ട. നിങ്ങൾ സ്വർഗാവകാശി എന്ന് റസൂലുള്ളാഹി പറയാൻ ഏറ്റവും വലിയ കാരണം ഇത് തന്നെ. എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, മാന്യ സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ ഖൽബ് നന്നായി കിട്ടണം. കിബറില്ലാത്ത, ഹസദില്ലാത്ത, ഫഖറില്ലാത്ത, റിയാ ഇല്ലാത്ത, പ്രതികാര ബുദ്ധിയില്ലാത്ത, താഴ്മയുള്ള ശുദ്ധമായ ഖൽബ്, അതാണ് നമുക്ക് വേണ്ടത്. ആ ഖൽബോടെ ജീവിക്കുമ്പോൾ അല്ലാഹുവിനോടുള്ള ബന്ധവും ഹബീബിനോടുള്ള ബന്ധവും മറ്റാരോടൊക്കെ ഏതൊക്കെ ബന്ധങ്ങളും ബാധ്യതകളും നിറവേറ്റാനുണ്ടോ അതൊക്കെ നിറവേറ്റാനുള്ള ഒരു ഉത്തരവാദിത്വ ബോധവും അതിനുള്ള ഒരു ഭക്തിയും അതിനുള്ളൊരു പക്വതയും പാകതയും ഒക്കെ ആ മനസ്സിന്റെ ഉടമകൾക്കാണുണ്ടാകുക. ആ രീതിയിലുള്ള നല്ല ഖൽബിന്റെ ഉടമകളായി ജീവിതകാലത്ത് ആരോടൊക്കെ ബന്ധങ്ങൾ സ്ഥാപിച്ച് ആരോടൊക്കെയുള്ള ബാധ്യതകൾ നിറവേറ്റതുണ്ടോ അതൊക്കെ പരിപൂർണമായി നിറവേറ്റി പടച്ച റബ്ബിന്റെ പൊരുത്തപ്പെട്ട അടിമയായി ജീവിച്ച് മരിച്ചവന്റെ തൃപ്തി നേടാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ.